ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാത്രി നമ്മൾ ദക്ഷിണേന്ത്യയിലെ കേരളത്തിന്റെ തെളിഞ്ഞ തെങ്ങുകൾ നിറഞ്ഞ മലബാർ തീരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത് 1500കളുടെ തുടക്കമാണ്. യൂറോപ്പ് സുഗന്ധവ്യഞ്ജനങ്ങൾക്കുവേണ്ടി ഉന്മാദത്തിലാണ്. വാസ്കോഡ ഗാമയുടെ പ്രസിദ്ധമായ കടൽ യാത്ര വാതിലുകൾ തുറന്നിരിക്കുന്നു. ഈ ശാന്തമായ കായലുകളിലേക്കും തിരക്കേറിയ പോർട്ട് നഗരങ്ങളിലേക്കും പോർച്ചുഗീസുകാർ എത്തുന്നു. മാപ്സും ട്രേഡ് കോൺട്രാക്ട്സും മാത്രമല്ല, വാളുകളും പീരങ്കികളും ഒരു ദൈവിക യാത്ര എന്ന ചിന്തയും കൊണ്ടാണ് അവർ വരുന്നത്. യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഈ വേലിയേറ്റത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാത്രി നമ്മുടെ കഥ. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലി മരയ്ക്കാർ എന്നായിരുന്നു. കോഴിക്കോടുള്ള ഹിന്ദു സാമുദ്രിയുടെ കീഴിലുള്ള ഒരു മുസ്ലിം നാവിക കമാൻഡറായിരുന്നു കുഞ്ഞാലി. ഒരു മികച്ച സ്വാതന്ത്ര്യസമര സേനാനിയായും നിങ്ങൾ ഡെക്കിന്റെ ഏതുവശത്താണ് എന്നതിനെ ആശ്രയിച്ച് ഐതിഹാസിക അനുപാതങ്ങളുടെ ഒരു കടൽ കൊള്ളക്കാരനായും ചിലപ്പോൾ അദ്ദേഹം അറിയപ്പെടും. നിങ്ങൾ ഇതൊന്ന് സങ്കൽപ്പിക്കുക. വെള്ളത്തിൽ നിന്ന് തിളങ്ങുന്ന ചന്ദ്രപ്രകാശം, കയറുകളുടെ ക്രീക്ക് ശബ്ദവും ഏലത്തിന്റെ പിരിമുറുക്കം എന്നിവയാൽ കട്ടിയുള്ള ഉപ്പുരസമുള്ള കാറ്റ്. ചക്രവഹാലത്തിലെ കപ്പലുകൾ എപ്പോഴും തോന്നുന്നതുപോലെയല്ല പെരുമാറുന്നത്. ഇവിടുത്തെ വിശ്വസ്തത ഈ തീരദേശ വിപണികളിലെ മത്സ്യങ്ങളെപ്പോലെ വഴുക്കുലയുള്ളതാണ്. എല്ലാ കടൽ കൊള്ളക്കാരും ഐപാച്ച് ധരിച്ച് അയ്യോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഈ കഥയെ അതിജീവിക്കില്ല. ഏതൊരു ബോളിവുഡ് നാടകത്തെക്കാളും ഗംഭീരമായ വിശ്വാസവഞ്ചനകളും പോർച്ചുഗീസ് കട്ട്ലസ് തോക്കുകളേക്കാളും മൂർച്ചയുള്ള നാവിക തന്ത്രങ്ങളും ചേർന്ന ഈ ഉഷ്ണമേഖലാ യുദ്ധം ഗെയിം ഓഫ് ത്രോൺസിനെ വരെ ഒരു ഫാമിലി പിക്നിക് കഥയായി തോന്നിപ്പിക്കും. അത്രമേൽ ഗംഭീരമാണ് ഈ കഥ. അതിനാൽ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ 1 മിനിറ്റ് എടുത്ത് സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ആജ്വനിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? അവിടെ എത്ര സമയമായി? നിങ്ങളുടെ സ്ഥലവും പ്രാദേശിക സമയവും അഭിപ്രായങ്ങളിലിടുക. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങുക. ആ മൃദുവായ പശ്ചാത്തല ഹമ്മിനായി ഒരു ഫാൻ ഓണാക്കുക. നമുക്കൊന്നിച്ചിന്ന് രാത്രിയുടെ യാത്രയിലേക്ക് പോകാം. 1498 ഇതാരംഭിക്കുന്നത്. ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ വേദനയാനവും ജലാംശം കുറഞ്ഞതുമായ ഒരു യാത്രയ്ക്ക് ശേഷം വാസ്കോഡ ഗാമ മലബാർ തീരത്തെ എത്തുന്നു. കോഴിക്കോട് സാമൂതിരി രാജാവ് അദ്ദേഹത്തെ മാന്യമായി സ്വീകരിക്കുന്നു. വിൽക്കാൻ സുഗന്ധദ്രവ്യങ്ങളും പര്യവേഷണം ചെയ്യാൻ സഖ്യങ്ങളുമുണ്ട്. പക്ഷേ വാസ്കോഡ ഗാമ ഇവിടെ വ്യാപാരം ചെയ്യാൻ മാത്രമല്ല വന്നത്. ദൈവവും സ്വർണവും മഹത്വവും കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. പോർച്ചുഗീസുകാർ വേഗത്തിൽ വ്യാപാരം ആരംഭിച്ചു. പക്ഷേ അവരുടെ രീതികൾ അല്പം അധികം. അവർ പ്രാദേശിക വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും ക്രിസ്ത്യൻ മേധാവിത്വം നടപ്പിലാക്കുകയും തീരദേശ പട്ടണങ്ങളിലേക്ക് വളരെയധികം പീരങ്കികൾ പറത്തുകയും ചെയ്യുന്നു. ഇത് മുസ്ലിം വ്യാപാരികൾക്ക്, പ്രത്യേകിച്ച് കേരള തീരത്ത് സമ്പന്നരും ആഴത്തിൽ വേരൂന്നിയവരുമായ ഒരു സമൂഹമായ മാപ്പിളമാർക്ക് അനുയോജ്യമല്ല. അവരിൽ മരക്കാർ കുടുംബവുമുണ്ട്. ഇപ്പോൾ കഥ സാധാരണ പാഠപുസ്തക ചട്ടക്കൂടിൽ നിന്ന് വഴുതി വീഴുന്നത് ഇവിടെയാണ്. മരക്കാർ യഥാർത്ഥത്തിൽ അറേബ്യയ്ക്കും ഉപഭൂഖണ്ഡത്തിനുമിടയിൽ സഞ്ചരിക്കുന്ന വ്യാപാരികളായിരുന്നു. എന്നാൽ പോർച്ചുഗീസ് ആക്രമണം അവരുടെ വ്യാപാരത്തെയും സമൂഹത്തെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അവർ പരാതിപ്പെടുക മാത്രമല്ല, അവർ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്നു, ഉപവസിക്കുന്നു. ആദ്യത്തെ കുഞ്ഞാലി മരക്കാർ, സൗകര്യത്തിന് നമുക്ക് അദ്ദേഹത്തെ KM1 എന്ന് വിളിക്കാം, സാമൂതിരി അദ്ദേഹത്തെ ഫ്ലീറ്റിന്റെ അഡ്മിറലായി നിയമിക്കുന്നു. പക്ഷേ ഇതിനെ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത് വലിയ കാര്യമാണ്. ഈ സമയത്ത് ഇത് അടിസ്ഥാനപരമായി പുനരുപയോഗിച്ച കുറച്ചു വ്യാപാര കപ്പലുകൾ, കടം വാങ്ങിയ ചില വാളുകൾ, കൂടാതെ ദേഷ്യത്തോടെയുള്ള കുറേ ആഗ്രഹങ്ങളും നിറഞ്ഞത് മാത്രമാണ്. കുഞ്ഞാലി മരക്കാർ തീരദേശ പ്രതിരോധം സംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. മത്സ്യത്തൊഴിലാളികളെ പോരാളികളാക്കിയും മരപ്പണിക്കാരെ യുദ്ധായുധങ്ങളാക്കിയും മാറ്റുന്നു. പോർച്ചുഗീസുകാർ ഈ താൽക്കാലിക കടൽക്കൊള്ളക്കാരെ പരിഹസിക്കുന്നു. അതായത് അവരുടെ ചരക്കുകപ്പലുകൾ രാത്രിയിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നതുവരെ. രസകരമായ ഒരു കാര്യം, യൂറോപ്യൻ കപ്പലുകൾ വലുതും കനമുള്ള ആയുധങ്ങളുമുള്ളതാണെങ്കിലും
അവർക്ക് കേരളത്തിലെ കായലുകളിലെ ആഴക്കുറവും തന്ത്രപരമായ മൺസൂൺ കാറ്റും അവർക്കെതിരായി. മരക്കാർ കപ്പലുകളോ മിനുസമുള്ളതും വേഗതയേറിയതും തീരത്തിനായി രൂപംകൊള്ളപ്പെട്ടതും. ഒരു ചതുപ്പിലെ ടാങ്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ സ്പീഡ് ബോട്ടുകളെക്കുറിച്ച് ചിന്തിക്കുക. കടൽ തന്നെ ഒരു യുദ്ധകളമായി മാറുന്നു. തുറന്ന യുദ്ധമല്ല, മറിച്ച് 100 ചെറിയ ഏറ്റുമുട്ടലുകളിലൂടെ വിതരണ ലൈനുകൾ വിച്ഛേദിക്കപ്പെടുന്നു. നങ്കൂരമറിഞ്ഞ കപ്പലുകൾ നിഗൂഢമായി പൊട്ടിത്തെറിക്കുന്നു. മരക്കാരന് ഈ കടലിനെ അവരുടെ കൈപ്പത്തിയിലെ സിരകളെപ്പോലെ നന്നായി അറിയാം. അവരോരോ വേലിയേറ്റവും ഓരോ കണ്ടൽക്കാടുകളുടെ നിഴലും ഓരോ ചന്ദ്രഘട്ടവും അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും KM ഒന്നാമൻ ഒരു തെമ്മാടി കടൽ കൊള്ളക്കാരനാണോ അതോ ഒരാദിമ ദേശീയവാദിയാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ലാഭത്തിനും പ്രതികാരത്തിനും വേണ്ടി സ്വതന്ത്രമായി ആക്രമിച്ചു എന്ന് ചിലർ പറയുന്നു. വിദേശീ ആധിപത്യത്തെ പിന്തിരിപ്പിക്കാനുള്ള സാമുദ്രിയുടെ തന്ത്രം അദ്ദേഹം നടപ്പിലാക്കുകയായിരുന്നുവെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. സത്യമെന്താണെന്ന് അത് ചിലപ്പോൾ ഈ 2 കഥകളും കൂടിച്ചേർന്നതാകാം. ഒരു രാത്രിയിൽ ഒരു പോർച്ചുഗീസ് കമാൻഡർ തൻ്റെ ലോഗ് ബുക്കിൽ 3 കപ്പലുകളുടെ ഒരു സംഘം ഒരു തെളിവും ബാക്കിയില്ലാതെ അപ്രത്യക്ഷമായതായി രേഖപ്പെടുത്തുന്നു. അവസാനം പൊന്നാനിക്ക് സമീപമാണ് കണ്ടത്. അദ്ദേഹം കൊടുങ്കാറ്റുകളെ കുറ്റം പറയുന്നു. പക്ഷേ നാവികർ പ്രേതകപ്പലുകളെയും മൂടൽമഞ്ഞലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഇരുണ്ട കപ്പലുകളെക്കുറിച്ച് മന്ത്രിക്കുന്നു. വാസ്തവത്തിൽ അത് കുഞ്ഞാലിയുടെ ആളുകളാണ്, കൃത്യതയോടെ ആക്രമിച്ച് പ്രേതങ്ങളെപ്പോലെ അപ്രത്യക്ഷമാകുന്നവർ. അതേസമയം സാമുദ്രി ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഈ കടൽ കൊള്ളക്കാർ വെറും കുഴപ്പം മാത്രമല്ല, അവരൊരു നാവികസേനയായി മാറുകയാണ്. അവർ വിജയിക്കുകയും ചെയ്യുന്നു. KM ഒന്നാമൻ പ്രായമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തീരദേശ കോട്ടകൾ ആക്രമിക്കപ്പെടുന്നു. ഒരു പോർച്ചുഗീസ് ക്യാപ്റ്റനെ പിടിച്ചുകൂടി പരസ്യമായി അപമാനിക്കുന്നു. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി കുരുമുളക് വെള്ളം കുടിപ്പിച്ച് നമ്മുടെ വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന മുന്നറിയിപ്പോടെ കൊച്ചിയിലെ തൻ്റെ താവളത്തിലേക്ക് മടക്കിവിടുന്നു. 1531 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാർക്കത് മതിയായി. മരക്കാർ ശക്തികേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ അവരൊരു പൂർണ്ണ സ്ക്വാഡ്രൺ അയച്ചു. KM ഒന്നാമൻ അദ്ദേഹം തന്ത്രശാലിയായിരുന്നാലും തോറ്റുപോയി. അയാളുടെ കപ്പലുകൾ തോക്കുകളില്ലാത്തതായിരുന്നു. അയാളുടെ ആളുകൾ എണ്ണത്തിൽ കുറഞ്ഞവരായിരുന്നു. അയാൾ അപ്രത്യക്ഷനായി. ചിലർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹം അറേബ്യയിലേക്ക് രക്ഷപ്പെട്ടു എന്ന്. അദ്ദേഹത്തിൻ്റെ അന്ത്യം ദാരുണമായിരുന്നോ അതോ തന്ത്രപരമായിരുന്നോ എന്ന് പണ്ഡിതന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കടൽ ഇളകിമറിഞ്ഞിരിക്കുന്നു. കുഞ്ഞാലി മരക്കാരുടെ ഇതിഹാസം ഉയർന്നുവരാൻ തുടങ്ങിയിരിക്കുന്നു. തിരമാലകൾ അധികനേരം വിശ്രമിക്കുന്നില്ല. ആദ്യത്തെ കുഞ്ഞാലി മരക്കാരുടെ ദുരൂഹമായ തിരോധാനത്തിനു ശേഷം മലബാർ തീരത്തെ കലാപത്തിന്റെ ചിറകുകൾ മുറിച്ചു മാറ്റിയതായി പോർച്ചുഗീസുകാർ കരുതി. എന്നാൽ സമുദ്രത്തിന്റെ ചരിത്രം മറ്റൊന്നായിരുന്നു. അതേ കുടുംബ പരമ്പരയിൽ നിന്ന് രണ്ടാമത്തെ മരക്കാർ ഉയർന്നുവരുന്നു, കുഞ്ഞാലി മരക്കാർ 2. ഈ തവണ പ്രതിരോധം ഉപ്പിലും ലക്ഷ്യബോധത്തിലും മുക്കിയ കയറുപോലെ അതിൻ്റെ പിടിമുറുക്കുന്നു. 1-ാം അഡ്മിറലിൻ്റെ മകനോ അനന്തരവനോ ആയ കുഞ്ഞാലി 2 1500കളിൽ ഇൻസ്റ്റഗ്രാം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലാത്ത കുടുംബവൃക്ഷങ്ങൾ അതേ ചുമതല ഏറ്റെടുക്കുന്നു. പോർച്ചുഗീസുകാരുമായി ഇപ്പോഴും അസ്വസ്ഥമായ സമാധാനവും വർദ്ധിച്ചുവരുന്ന പ്രാദേശിക അസംതൃപ്തിയും പുലർത്തുന്ന കോഴിക്കോടുള്ള സാമുദ്രി അദ്ദേഹത്തെ പുതിയ നാവിക കമാൻഡറായി ഔദ്യോഗികമായി നിയമിക്കുന്നു. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, ഈ കുഞ്ഞാലി കൂടുതൽ കൂർമ്മബുദ്ധിയുള്ളവനും ഒരുപക്ഷെ കുറച്ചു കൂടുതൽ ദേഷ്യമുള്ളവനുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ മരക്കാർ നാവികസേന വികസിക്കുന്നു. ഒരു കാലത്ത് മത്സ്യബന്ധന കപ്പലുകളുടെ ഒരു താൽക്കാലിക സംഘമായിരുന്നവർ ഇപ്പോൾ സ്വന്തം തീരദേശ സ്റ്റേഷനുകൾ, സിഗ്നൽ സംവിധാനങ്ങൾ, വിശ്വസനീയമായ രഹസ്യാന്വേഷണ സിസ്റ്റവും എന്നിവയുള്ള ഒരു സ്ക്വാഡായി മാറുന്നു. തീർച്ചയായും തെങ്ങുകൾക്ക് ചെവികളുണ്ടെന്ന് തോന്നുന്നു. ഏത് കപ്പൽ എവിടേക്ക് എപ്പോൾ പറന്നു എന്ന് എല്ലാ തീരദേശ മുത്തശ്ശിമാർക്കും അറിയാം. ഈ സമയങ്ങളിൽ ഗോസിപ്പുകൾ പീരങ്കികളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. കുഞ്ഞാലി 2 വെറും റെയ്ഡുകളിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നു. പൊന്നാനിയിലെയും താനൂരിലെയും തുറമുഖങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഒരു കാലത്ത് ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന വെടിമരുന്ന് ഇപ്പോൾ അവയുടെ നിർമ്മാണം പ്രാദേശികമായി വേരൂന്നാൻ തുടങ്ങുന്നു.
കപ്പൽ രൂപകൽപ്പനയിൽ പോലും അദ്ദേഹം പരീക്ഷണം നടത്തുന്നു. കേരളത്തിലെ ഇടുങ്ങിയ കായലിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും എന്നാൽ തുറന്ന കടലിലെ ഏറ്റുമുട്ടലുകളിൽ പിടിച്ചുനിൽക്കാനുമായ ഭാരം കുറഞ്ഞ യുദ്ധബോട്ടുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സ്വീകരിക്കുന്ന ഏറ്റവും വിചിത്രവും പ്രവർത്തനസജ്ജിതമായ നാവിക തന്ത്രങ്ങളിലൊന്നാണ് എണ്ണ പുരട്ടിയ തേങ്ങയുടെ തൊണ്ടുകൾ. അതെ, യഥാർത്ഥ തേങ്ങ പോർച്ചുഗീസ് വിതരണ ജലാശയങ്ങളിലേക്കെറിഞ്ഞ് തീയിടുന്നു. മരം കൊണ്ടുള്ള കപ്പലുകളിലേക്ക് കത്തുന്ന അവശിഷ്ടങ്ങളിൽ ഒഴുകിയെത്തുന്നു. എന്നാൽ ഡെക്കിൽ നിങ്ങളുടെ മോർണിംഗ് ജ്യൂസ് കുടിക്കാൻ നിൽക്കുമ്പോൾ അത് കാണാനിടയാകുന്നത് അത്ര രസകരമായ കാര്യമല്ല. വിചിത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. അതേസമയം കൊച്ചിക്ക് ചുറ്റുമുള്ള തങ്ങളുടെ വാഹനവ്യൂഹങ്ങൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളിലും ഉപരോധങ്ങളിലും നിരാശരായ പോർച്ചുഗീസുകാർ ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കാൻ തയ്യാറായി. കുഞ്ഞാലിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അവർ സാമൂതിരിക്ക് മെസ്സേജുകൾ ഒന്നിനു പുറകെ ഒന്നായി അയച്ചു. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. സാമൂതിരി അദ്ദേഹത്തിൻ്റെ അഡ്മിറലുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറല്ല. ഇപ്പോഴല്ല. പ്രത്യേകിച്ചും മരക്കാർ സംരക്ഷിക്കുന്ന വഴികളിലൂടെ കച്ചവടം നന്നായി നടക്കുന്ന സമയത്ത്. മാത്രവുമല്ല, പോർച്ചുഗീസുകാരുടെ അഹങ്കാരം എന്തായാലും അത്ര ആകർഷണീയമല്ല. എന്നിരുന്നാലും ഇതൊരു വിചിത്രമായ ത്രികോണമാണ്. യൂറോപ്യൻ വ്യാപാരത്തിന് സാമൂതിരി പോർച്ചുഗീസുകാരെ ആശ്രയിക്കുന്നു, പ്രത്യേകിച്ചും കുതിരകൾക്കും പീരങ്കികൾക്കും വേണ്ടി. എന്നാൽ അതേ യൂറോപ്യന്മാർ കഴിഞ്ഞ വേനൽക്കാലത്ത് അവർ കണ്ടെത്തിയ ഒരു ബീച്ച് റിസോർട്ട് പോലെ കേരളത്തിലൂടെ ബുൾഡോസർ ചെയ്യുന്നത് തടയാൻ കുഞ്ഞാലിയുടെ നാവികസേനയും സാമൂതിരിക്ക് ആവശ്യമാണ്. നയതന്ത്രത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഈ കാട്ടിക്കൂട്ടലുകൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. ഒരു ദിവസം സാമൂതിരി ഗോവയിലെ പോർച്ചുഗീസ് ഗവർണർക്ക് ഒരു ആചാരപരമായ സമ്മാനം അയക്കുന്നു. ഒരു കെട്ട് കുരുമുളകും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വാളും. അടുത്ത ദിവസം കുഞ്ഞാലിയുടെ ആളുകൾ അതേ പോർച്ചുഗീസ് കാവൽപ്പടയെ ആക്രമിക്കുകയും അവർ പിന്നീട് സാമൂതിരിയോട് ഒരു കണ്ണിരുട്ടത്തിനിലൂടെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തതാണെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ അവ്യക്തമാകുന്നത്. കുഞ്ഞാലി ടു യഥാർത്ഥത്തിൽ സാമൂതിരിയുടെ കൽപ്പനകൾക്കനുസൃതമായ ആയിരുന്നോ പ്രവർത്തിച്ചത്, അതോ അദ്ദേഹം സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത രാഷ്ട്രീയമോ വ്യക്തിപരമോ പൂർണ്ണമായും കടൽക്കൊള്ളയോ ആയിരുന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം, പതുക്കെ കുഞ്ഞാലി തൻ്റെ രാജകീയ തൊഴിലുടമയിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വം നേടാൻ തുടങ്ങുന്നു എന്നതാണ്. സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം ഒരു നായകനാണ്. വ്യാപാരികൾക്കിടയിൽ ഒരു സംരക്ഷകനാണ്. പോർച്ചുഗീസുകാർക്കിടയിൽ ഒരു പ്രേതവും. 1540കളുടെ തുടക്കത്തിൽ ധീരമായൊരാക്രമണത്തിൽ കുഞ്ഞാലി രണ്ടാമൻ കണ്ണൂരിനടുത്ത് ഒരു പോർച്ചുഗീസ് കപ്പൽപ്പടയെ പിടികൂടി അടിമകളാക്കിയ പ്രാദേശിക നാവികരെ രക്ഷപ്പെടുത്തി. അതിജീവിച്ച പോർച്ചുഗീസുകാരെ ഒരു തുഴ മാത്രം നൽകി ബോട്ടിൽ തിരിച്ചയച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം ഉൾനാട്ടുഭാഗത്തേക്ക് പോകുന്ന ഒരു പോർച്ചുഗീസ് മിഷണറി കപ്പൽ മാന്യമായി തടഞ്ഞു നിർത്തി. എന്നാൽ നിർബന്ധപൂർവം തിരിച്ച് കടലിലേക്ക് അയക്കുകയും ചെയ്തു. മടക്കിയാത്രയ്ക്കായി അദ്ദേഹം ക്യാപ്റ്റന് ഭക്ഷണവും വെള്ളവും നൽകുന്നു. ഇത് കേരള ആതിഥ്യ മര്യാദയുടെ ആദ്യകാല ഉദാഹരണമാണ്. ഇതെല്ലാം പുറത്തുവരുമ്പോൾ മലബാർ മേഖലയെക്കുറിച്ചുള്ള യൂറോപ്യൻ വിവരണങ്ങൾ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. മരക്കാരൻ്റെ കപ്പലിനെക്കുറിച്ച് ഒരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥൻ്റെ കത്തിൽ തീരത്ത് ബോട്ടുകളിൽ പിശാചുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന് വിലപിക്കുന്നു. മരക്കാർ നാവികപ്പടയെ സൂചിപ്പിച്ച് ആണത്. മറ്റൊരാൾ എഴുതുന്നത് ഒരു ക്രിസ്ത്യാനി തൻ്റെ പള്ളിയെ ആജ്ഞാപിക്കുന്നതുപോലെ കുഞ്ഞാലി കടലിനെ ആജ്ഞാപിക്കുന്നു എന്നാണ്. എന്നാൽ കുഞ്ഞാലി ക്യാമ്പിനുള്ളിൽ എല്ലാം സുഗമമായ കപ്പൽ യാത്രയല്ല. അദ്ദേഹത്തിൻ്റെ ശക്തി വളരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. സാമൂതിരിയുടെ അസ്വസ്ഥതയും വർദ്ധിക്കുന്നു. ഒരു നാവിക അഡ്മിറൽ ഉണ്ടാകുക എന്നതൊരു കാര്യമാണ്. ജനങ്ങൾ ആരാധിക്കുന്ന, കൊളോണിയലിസ്റ്റുകൾ ഭയപ്പെടുന്ന, തന്ത്രത്തിലും കാഴ്ചപ്പാടിലും കൂടുതൽ സ്വതന്ത്രനായ ഒരു എതിരാളി പ്രഭതായിരിക്കുക മറ്റൊന്നാണ്. എന്നിട്ടും കുഞ്ഞാലി രണ്ടാമൻ അതു കാര്യമാക്കുന്നില്ല. അദ്ദേഹം തൻ്റെ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടരുന്നു. പോർച്ചുഗീസ് ശക്തി വികേന്ദ്രീകരിക്കുക, മാപ്പിള സമൂഹങ്ങളെ സംരക്ഷിക്കുക, അറബിക്കടലിലൂടെ ഇന്ത്യൻ സ്വാധീനം വികസിപ്പിക്കുക.
ഒരു ഘട്ടത്തിൽ അദ്ദേഹം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആശയ സുൽത്താന്റെ അടുത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു. വ്യാപകമായൊരു മുസ്ലിം നാവിക സഖ്യം നിർദ്ദേശിക്കുന്നു. മലബാർ തീരത്ത് ഒരു രഹസ്യ കടൽക്കൊള്ള റിപ്പബ്ലിക് സ്ഥാപിക്കാൻ കുഞ്ഞാലി രണ്ടാമൻ ശ്രമിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ കപ്പിത്താന്മാർക്കിടയിൽ നാവിക നിയമങ്ങളും ജനാധിപത്യപരമായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ ശാന്തമാകാൻ വിസമിക്കുന്ന ഒരു തെമ്മാടി തിരമാല പോലെ വാമൊഴി ചരിത്രങ്ങളിൽ ഈ ആശയം നിലനിൽക്കുന്നു. അവസാനം പോർച്ചുഗീസുകാർ മനസ്സിലാക്കുന്നു, വീഴ്ച വെറും പ്രതികാരത്തിലൂടെ നടക്കപ്പെടുന്നില്ല. അവർക്ക് ദീർഘകാല തന്ത്രം ആവശ്യമാണ്. അത് അടുത്ത തലമുറയെ ലക്ഷ്യം വെച്ചാണ് ആരംഭിക്കുന്നത്. പോർച്ചുഗീസ് മിഷണറിമാരും ഏജന്റുമാരും സാമൂതിരിയുടെ കൊട്ടാരത്തിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. മരക്കാർമാർ നിങ്ങളുടെ സിംഹാസനം ആഗ്രഹിക്കുന്നു. അവർ ആർക്കും കീഴ്പ്പെടുന്നില്ല. അവരുടെ കൂറ് വളരെ ദുർബലമാണ്. ഇത് ഭാഗികമായി ഫലം ചെയ്യുന്നു. സാമൂതിരി കൂടുതൽ ജാഗ്രതനാകുന്നു. കുഞ്ഞാലിയുടെ നീക്കങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മമായ പരിധികൾ വയ്ക്കാൻ തുടങ്ങുന്നു. രാജാവാരാണെന്ന് നിശബ്ദമായി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കുഞ്ഞാലി രണ്ടാമൻ എന്നും ഒരു തനിമയുള്ള അഡ്മിറൽ ആയതിനാൽ ഇതൊന്നും വകവയ്ക്കുന്നില്ല. എന്തായാലും അദ്ദേഹം തന്റെ കപ്പൽപ്പട വിപുലീകരിക്കുകയും ഈ ജലാശയങ്ങളിലൂടെ കടന്നുപോകുന്ന അറബി കച്ചവടക്കാരുമായും ഒട്ടോമൻ അഡ്മിറൽമാരുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 1550കളുടെ മധ്യത്തിൽ അസുഖം ബാധിച്ചു കുഞ്ഞാലി രണ്ടാമൻ മരണമടയുമ്പോഴേക്കും പേഭിക്ഷം അസുഖം മൂലം കുഞ്ഞാലി മരക്കാർ എന്ന പേര് ഒരു സ്ഥാനപ്പേരിനേക്കാൾ മാത്രമായി മാറിയിരുന്നു. അതൊരു മാവരമാണ്, ഒരു ഇതിഹാസം, പടിഞ്ഞാറിനുള്ള ഒരു മുന്നറിയിപ്പ്. ചക്രവാളത്തിനപ്പുറത്ത് ആ പദവി വഹിക്കുന്ന ശക്തനായ വ്യക്തി മുന്നോട്ടു വരാൻ കാത്തിരിക്കുന്നു. നാലാമത്തെയും അവസാനത്തെയും കുഞ്ഞാലി, ചരിത്രം ഒരിക്കലും മറക്കാത്ത ഒന്ന്. കടലിന് ഓർമ്മയുണ്ട് കുഞ്ഞാലി മരക്കാർ എന്ന പേര്. ഒരു പുഞ്ചിരിയോടെ ഓർമ്മിക്കുന്നതായി തോന്നുന്നു. രണ്ടാമത്തെ മരക്കാരുടെ മരണത്തോടെ ഉപ്പുകലർന്ന കലാപത്തെ എന്നേക്കുമായി അടിച്ചമർത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ അകാലത്തിൽ ആവേശഭരിതരായി. എന്നാൽ തീരദേശ പ്രതിരോധം അത്ര എളുപ്പമല്ല. മരക്കാർ വംശം തുടരുന്നു. താമസിയാതെ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ ഈ പുതിയ അഡ്മിറൽ തന്റെ മുൻഗാമികളുടെ തുടർച്ച മാത്രമല്ല, അദ്ദേഹം ഒരു അപ്ഗ്രേഡാണ്. കുഞ്ഞാലി മൂന്നാമൻ മിടുക്കനും രാഷ്ട്രീയമായി മൂർച്ചയുള്ളവനും അപകടകരമാം വിധം കരിസ്മാറ്റിക്കായവനുമാണ്. അദ്ദേഹം സാധാരണ മത്സ്യത്തൊഴിലാളികളുടെയും രാജകൊട്ടാരങ്ങളുടെയും ഭാഷ സംസാരിക്കുന്നു. സാമൂതിരി ഇപ്പോഴും അദ്ദേഹത്തിന്റെ തൊഴിലുടമയാണ്. പക്ഷേ അഡ്മിറലിനും കിങ് മേക്കറിനുമിടയിലുള്ള രേഖ സന്ധ്യാസമയത്ത് ഒരു ചക്രവാളം പോലെ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മരക്കാർ ഒരു കുടുംബം മാത്രമല്ല, അവർ ഒരു പ്രതിഭാസമാണ്. അവരുടെ നാവികതന്ത്രങ്ങൾ പക്വത പ്രാപിച്ചു. അവരുടെ കപ്പൽപ്പട വളർന്നു. നാട്ടുകാർ അവരെ മലബാറിലെ കടൽ ചെന്നായ്ക്കൾ എന്ന് വിളിക്കുന്നു. മൂടൽമഞ്ഞിൽ നങ്കൂരമിട്ടുറങ്ങുകയും അവരുടെ യുദ്ധം കാഹളം കേൾക്കാനും ശ്രമിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാരിയാവുന്നതുവരെ രസകരമായി തോന്നുന്ന ഒരു പേരാണ്. പോർച്ചുഗീസുകാർ അവരുടെ ഭാഗത്ത് മരക്കാർ കാഴ്ചകളെക്കുറിച്ചുള്ള വിശദമായ രേഖകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നു. അവർ സ്രാവുകളെ വീക്ഷിക്കുന്നതുപോലെയാണ്. മരക്കാർ എന്തോ പൈശാചിക പ്രാർത്ഥനയാൽ വിളിക്കപ്പെട്ടതുപോലെ കടലിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്ന് ഒരു ജസൂട്ട് എഴുതുന്നു. കത്തുന്ന സെയിലുകളും സീറോ സ്റ്റോം ഇൻഷുറൻസുമുള്ള ഒരു മരക്കപ്പലിലാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഒരു നല്ല ചിന്തയല്ല ഇത്. കുഞ്ഞാലി മൂന്നാമന്റെ കീഴിൽ പ്രതിരോധം വെറും ഹിറ്റ് ആൻഡ് റൺ ആക്രമണങ്ങളെക്കാൾ കൂടുതലായി മാറുന്നു. അഡ്മിറൽ കണക്കുകൂട്ടിയ സാമ്പത്തിക യുദ്ധം നടപ്പിലാക്കാൻ തുടങ്ങുന്നു. പോർച്ചുഗീസ് സുഗന്ധവ്യഞ്ജന വാഹന വ്യൂഹങ്ങളെ ലക്ഷ്യമാക്കുക, സ്വർണ്ണ കയറ്റുമതി തടയുക, തെറ്റായ രീതിയിൽ ബിസിനസ് നടത്തുന്ന വിദേശ വ്യാപാരികളുടെ കപ്പൽ മുക്കുക. അദ്ദേഹം കപ്പലുകളുമായി യുദ്ധം ചെയ്യുകയല്ല, സമ്പത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെതിരെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ ചരിത്രകാരന്മാർ പറയുന്നത് മരക്കാർ കടൽക്കൊള്ളക്കാരിൽ നിന്നും രാഷ്ട്രീയ ഏജന്റുമാരായി മാറുന്നത് ഇവിടെയാണെന്ന്. കുഞ്ഞാലി മൂന്നാമൻ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഒന്നാമനുമായി കത്തിടപാടുകൾ നടത്തിയിരുന്നുവെന്ന് ചിലർ അവകാശപ്പെടുന്നു. ശക്തമായ തെളിവുകളൊന്നുമില്ല. കുഞ്ഞാലി യാദൃശ്ചികമായി കള്ളുകുടിക്കുകയും ഇംഗ്ലണ്ട് രാജ്ഞിക്ക് കത്തുകൾ എഴുതുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദൃശ്യമായിരിക്കും. കുഞ്ഞാലി
പ്രാദേശിക റിക്രൂട്ട്മെന്റും വർദ്ധിപ്പിക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, മുൻ സൈനികർ, മുൻ അടിമകൾ, അനാഥർ എന്നിവരെല്ലാം വീർപ്പിക്കുന്ന നാവികസേനയിൽ ഇടം കണ്ടെത്തുന്നു. അച്ചടക്കം കഠിനമാണ്, പക്ഷേ വിശ്വാസ്യതയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നു. രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റന്മാരെ നിയമിക്കുന്നത്. ഇത് ഒരു ജനാധിപത്യമല്ല, പക്ഷേ അത് കൃത്യമായി ഫ്യൂഡൽ മനോഭാവവുമല്ല. ഈ സമത്വ മനോഭാവമുള്ള ഘടനയാണ് കപ്പലിന് കരുത്തു പകരുന്നത്. അവരുടെ ഒരു പ്രധാന കണ്ടുപിടുത്തമെന്താണെന്നോ? ഫ്ലോട്ടിംഗ് ബ്ലാക്ക്സ്മിത്ത്. അതെ, യഥാർത്ഥത്തിൽ മൊബൈൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളായി മാറ്റിയ ബോട്ടുകൾ. രഹസ്യയിടങ്ങളിൽ അന്നിടമിട്ടുറക്കുന്ന ഇവർ ഹള്ളുകൾ റിപ്പയർ ചെയ്യുകയും ആയുധങ്ങൾ മൂർച്ച കൂട്ടുകയും വെടിയുണ്ടകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് മരക്കാർ നേവിക്ക് ഒരു തുറമുഖത്തിന്റെ ആവശ്യമില്ലാതാകുന്നു. കടൽ യുദ്ധപ്രാണവും വർക്ക്ഷോപ്പുമായി മാറുന്നു. 1500കളുടെ അവസാനത്തോടെ പോർച്ചുഗീസുകാർ പരിഭ്രാന്തരായി. അവർ ശുദ്ധീകരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. 16ാം നൂറ്റാണ്ടിലെ കോപം ഉപേക്ഷിച്ചു. പക്ഷേ അവരുടെ ഭൂപടങ്ങൾ ഉപയോഗശൂന്യമായി. അവരുടെ ചാരന്മാർ വിശ്വസനീയരല്ല. അവരുടെ സഖ്യകക്ഷികൾ കൂടുതൽ വിശ്വസനീയരല്ലാതാവുന്നു. കാരണം ആളുകൾ മരക്കാരെ വിശ്വസിക്കുന്നു. ഒരു ഗ്രാമം ഒരു പോർച്ചുഗീസ് കപ്പൽ വരുന്നത് കണ്ടാൽ ഗ്രാമീണർ അവർക്ക് മത്സ്യം വിറ്റേക്കാം. പക്ഷേ ഒരു മരക്കാർ കപ്പൽ വരുന്നത് കണ്ടാൽ അവർ ശുദ്ധജലവും കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ പോർച്ചുഗീസുകാർ നിരാശാജനകമായ ഒരു നീക്കം നടത്തുന്നു. കുഞ്ഞാലിയുടെ കപ്പലിനെ നേരിടാൻ ചെങ്കടലിൽ നിന്ന് അറബ് കടൽക്കൊള്ളക്കാരെ നിയമിക്കാൻ അവർ ശ്രമിക്കുന്നു. ഈ കൂലിപ്പടയാളികൾ എത്തുന്നു, മുൻകൂർ പണം ലഭിക്കുന്നു. രാത്രിയിൽ അവർ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷരാവുന്നു. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞത്. കുഞ്ഞാലി മൂന്നാമൻ മെഗലോമാനിയയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി എന്ന ചില വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹം സ്വയം കടലിന്റെ രാജാവ് ആയി കിരീടധാരണം ചെയ്യുകയും സ്വന്തം നാണയങ്ങൾ അച്ചടിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ്. അയാളുടെ നിയമസാധുതയെ ദുർബലപ്പെടുത്താനുള്ള പോർച്ചുഗീസ് പ്രചാരണമായിരുന്നു ഈ കഥകളെന്ന് മറ്റുള്ളവർ പറയുന്നു. സത്യം ആർക്കും വ്യക്തമല്ല. ഒരു ദിവസം കുഞ്ഞാലി ആയുധങ്ങൾ, പട്ട്, വെള്ളി എന്നിവ നിറച്ച ഒരു പോർച്ചുഗീസ് ഗാലിയനെ പിടികൂടുന്നു. അത് ശേഖരിക്കുന്നതിനു പകരം അയാൾ തന്റെ ആളുകൾക്കും തീരദേശ ഗ്രാമങ്ങൾക്കുമിടയിൽ സമ്പത്ത് വിതരണം ചെയ്യുന്നു. സന്ദേശം വ്യക്തമാണ്. അയാൾ വെറുമൊരു കടൽക്കൊള്ളക്കാരനല്ല, അയാൾ ഒരു സംരക്ഷകനാണ്, ഒരു ബോട്ടും മികച്ച സാഹചര്യങ്ങളുമുള്ള ഒരു റോബിൻഹുഡ്. എന്നാൽ അധികാരം ഭ്രമാത്മകത വളർത്തുന്നു. സാമുദ്രിയുടെ കൊട്ടാരത്തിനുള്ളിൽ മന്ത്രിമാർ ഉച്ചത്തിൽ സംസാരിക്കുന്നു. കുഞ്ഞാലി വളരെ ജനപ്രിയനാണ്, വളരെ സമ്പന്നനാണ്, വളരെ സ്വതന്ത്രനാണ്. അദ്ദേഹം ഇനി കോഴിക്കോടിനെ സേവിക്കുന്നില്ലെന്ന് ചില മന്ത്രിമാർ വാദിക്കുന്നു. അദ്ദേഹം സ്വന്തം സംസ്ഥാനം പണിയുകയാണെന്നോ? എന്നിട്ടും സാമുദ്രി മടിക്കുന്നു. എല്ലാത്തിനുമപ്പുറം കുഞ്ഞാലി ഇല്ലാതെ ആഴ്ചകൾക്കുള്ളിൽ തീരം പോർച്ചുഗീസുകാരുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കുഞ്ഞാലിയുടെ അവസാന വർഷങ്ങൾ പ്രക്ഷുബ്ധമാണ്, പക്ഷേ വിജയകരമാണ്. സാമുദ്രിയും ചില ദുർബലമായ അറബ് വ്യാപാര സ്ഥാപനങ്ങളും തമ്മിലുള്ള സമാധാനം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പോർച്ചുഗീസ് ഉപരോധങ്ങൾ മുറുകുന്നത് തടയുന്നു. കൊങ്കൺ തീരത്ത് തന്റെ കപ്പൽപ്പട വികസിപ്പിക്കുന്നു. എന്നാൽ കാലത്തിന് എല്ലാപ്പോഴും എന്നതുപോലെ അതിൻ്റേതായ പദ്ധതികളുണ്ട്. കുഞ്ഞാലി മൂന്നാമൻ മരിക്കുന്നു. ചിലർ പറയുന്നു യുദ്ധത്തിലെ മുറിവുകൾ കാരണം എന്നും, മറ്റു ചിലർ പറയുന്നു രോഗം കാരണം എന്നുമായിരിക്കാം. എന്തായാലും അദ്ദേഹം ഭരിച്ച കടൽ പോലെ വിശാലമായ ഒരു പാരമ്പര്യം പിന്നിൽ വിടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം ഒരു അന്ത്യത്തെ സൂചിപ്പിക്കുന്നില്ല. ഇല്ല, അത് കൊടുങ്കാറ്റിന്റെ പ്രവേശന കവാടത്തെ അടയാളപ്പെടുത്തുന്നു. കാരണം അദ്ദേഹത്തിനു പിന്നിൽ ഉയരുന്നത് മുഴുവൻ ഇതിഹാസത്തിലെയും ഏറ്റവും നിഗൂഢവും വിവാദപരവും നാടകീയവുമായ വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ. അഡ്മിറൽ, വിമദ്ധൻ, ദീർഘവീക്ഷണമുള്ളവൻ. പിന്നെ ആരോട് ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മറുപടി. പക്ഷേ അത് അടുത്ത വേലിയേട്ടത്തിനുള്ളൊരു കഥയാണ്. മലബാർ തീരത്ത് എപ്പോഴും സംഭവിക്കുന്നതുപോലെ കാറ്റുകൾ മാറുന്നു. താടിയിലുപ്പും കണ്ണുകളിൽ കൊടുങ്കാറ്റുമായി ആ കാറ്റിൽ പറക്കുന്ന അവസാനത്തേതും ഏറ്റവും കുപ്രസിദ്ധവുമായ കുഞ്ഞാലി മരക്കാർ നാലാമൻ വരുന്നു. ആ പേര് ഇപ്പോൾ കുടുംബപരമ്പരയെ മറികടന്നിരിക്കുന്നു. അതൊരു സ്ഥാനപ്പേരാണ്, ഒരു ബ്രാൻഡ്, ഒരു മുന്നറിയിപ്പ്. ഈ നാലാമത്തെ മരക്കാർ അത് കവചം പോലെ ധരിക്കുന്നു. മുൻമരക്കാർ വിശ്വസ്തതയ്ക്കും കലാപത്തിനുമിടയിൽ ജാഗ്രതയോടെ നൃത്തം ചെയ്തെടുത്ത് കുഞ്ഞാലി നാലാമൻ കൊട്ടാരത്തിന്റെ വാതിലുകൾ ചവിട്ടിമെതിക്കുന്നു. തീർച്ചയായും അദ്ദേഹം എത്തിയതിനുശേഷം സാമൂദ്രിയുടെ കൊട്ടാരയോഗങ്ങളിൽ എത്ര തകർന്ന കസേരകളുണ്ടായിരുന്നുവെന്ന് ആർക്കും ഉറപ്പില്ല. അദ്ദേഹം വെറും ധീരനല്ല, അദ്ദേഹം സിനിമാറ്റിക്കാണ്. ചിന്തിക്കുക,
നാവിക പ്രതിഭ വിപ്ലവക്കാരനായ ധീരനെ കണ്ടുമുട്ടുന്നു. സ്വയം പ്രഖ്യാപിക മിശിഹായുടെ ഒരു തുള്ളി ചേർത്തതുപോലെയാണ്. തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലി നാലാമൻ ഒരു രക്ഷകനല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിറകുപോലെ പൊട്ടിപ്പുറപ്പെടുന്നു. പോർച്ചുഗീസ് വ്യധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, തീരദേശ സമൂഹങ്ങൾക്ക് സംരക്ഷണം തുടങ്ങിയവ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ പീരങ്കിപ്പന്തിലെ ആദ്യത്തെ വിള്ളൽ അദ്ദേഹത്തിന്റെ അഭിലാഷം മറച്ചുവെക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ സാമൂതിരിയെ ആദരവോടെ വണങ്ങിയപ്പോൾ അദ്ദേഹം അവരോട് തലയാട്ടുക പോലും ചെയ്തിട്ടില്ല. അവരുടെ ബന്ധം സങ്കീർണമാണ്. സാങ്കേതികമായി കുഞ്ഞാലി ഇപ്പോഴും സാമൂതിരിയുടെ നാവിക കമാൻഡറാണ്. എന്നാൽ പ്രായോഗികമായി അദ്ദേഹം ഒരു സ്വതന്ത്ര ശക്തിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു, വിദേശ കരാറുകളുണ്ടാക്കുന്നു, വ്യാപാരപാതകൾ നിയന്ത്രിക്കുന്നു, കൂടാതെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും നികുതി ഈടാക്കുന്നു. മറ്റൊരു നാടകീയ സംഭവം പറയുകയാണെങ്കിൽ, കുഞ്ഞാലി വീണ്ടും അവരുടെ കപ്പലുകൾ പിടിച്ചെടുത്തതായി പോർച്ചുഗീസ് വ്യാപാരികൾ സാമൂതിരിയോട് പരാതിപ്പെടുന്നു. അത് പരിശോധിക്കുമെന്ന് സാമൂതിരി വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം കുഞ്ഞാലി ഒരു പൊതുപ്രഖ്യാപനം എഴുതുന്നു: വിദേശ പിശാചുക്കൾക്ക് ഇവിടെ ഒരു കാര്യവുമില്ല. കടൽ മണ്ണിന്റെ മക്കളുടേതാണ്. മുൻപ് സാമൂതിരി നേർത്ത രീതിയിൽ പ്രകോപിതനായിരുന്നുവെങ്കിൽ, എന്തെന്നാൽ കുഞ്ഞാലി സ്വയം ഇന്ത്യൻ സമുദ്രത്തിന്റെ പ്രഭു എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു. സ്വന്തം നാവികരാജ്യം നിർമ്മിക്കുന്ന ഒരു മനുഷ്യന്റെ എല്ലാ മോഡസ്റ്റുമുള്ള ഒരു ടൈറ്റിൽ. ഇതൊരു ഫോർമൽ ടൈറ്റിലായിരുന്നോ അതോ അവന്റെ പായകളിൽ തുന്നിച്ചേർത്ത എന്തോ ആയിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. എന്തായാലും ആ പ്രതീകാത്മകത നഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞാലി നാലാമൻ തന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടക്കലിൽ സ്ഥാപിക്കുന്നു. അത് കോഴിക്കോടിൽ നിന്ന് വളരെ അകലെയല്ല, എന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാൻ മതിയായ ദൂരത്തിൽ. ഇതൊരു തുറമുഖം മാത്രമല്ല, ഇത് ഒരു സമ്പൂർണ്ണ സമുദ്രകോട്ടയാണ്. മതിലുകളിൽ പീരങ്കികൾ നിരന്നു, ഈന്തപ്പന്നത്തോട്ടങ്ങളിൽ രഹസ്യവഴികൾ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കപ്പൽശാലകൾ കോപാകുലമായ വേഴാമ്പലുകൾ പോലെ മുഴങ്ങുന്നു. നാട്ടുകാർ ഇതിനെ കപ്പലുകളുടെ നഗരമെന്ന് വിളിക്കുന്നു. പോർച്ചുഗീസുകാർ ഇതിനെ ഒരു പേടി സ്വപ്നമെന്ന് വിളിക്കുന്നു. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറിമറിയുന്നതിവിടെയാണ്. അദ്ദേഹം ഓട്ടോമൻ സ്റ്റൈലുകൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മുതൽ കോട്ടക്കലിന്റെ മതിലുകളുടെ വാസ്തുവിദ്യാ ശൈലി വരെ ഇതെല്ലാം വളരെ ഇസ്താംബൂൾ കണ്ണൂരുമായി കണ്ടുമുട്ടുന്നതുപോലെയാണ്. അത് സൗന്ദര്യാത്മകമായിരുന്നോ, അതോ ഒരു പവർ പ്ലേ, അതോ വിശാലമായ മുസ്ലിം ലോകത്തോടുള്ള രൈത്രിയും സാംസ്കാരികവുമായ ഐക്യദാർഢ്യത്തിന്റെ യഥാർത്ഥ അടയാളമാണോ? ചരിത്രകാരന്മാർക്ക് വിയോജിപ്പുണ്ട്. അതേസമയം പോർച്ചുഗീസുകാർക്ക് അവരുടെ ഭാഗ്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് എന്റെ ശത്രുവിന്റെ ശത്രുവായ സാമൂതിരിയും കുഞ്ഞാലിയും ഇപ്പോൾ ഒരു തൊട്ടിൽ പങ്കിടാൻ നിർബന്ധിതരായ രണ്ട് പൂച്ചകളെപ്പോലെ പരസ്പരം കണ്ണിറുക്കുന്നു. പരിചയസമ്പന്നരായ ഇടനിലക്കാരായ പോർച്ചുഗീസുകാർ കുഞ്ഞാലിയോടും സാമൂതിരിയോടും മധുരമായി പെരുമാറുന്നു. അവർ സാമൂതിരി ഇൻസെന്റീവ്സ് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ശല്യക്കാരനായ അഡ്മിറലിനെ നേരിടാൻ ഞങ്ങളെ സഹായിക്കൂ, അവർ പിറുപിറുക്കുന്നു. തീരം നിയന്ത്രിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. സ്വാഭാവികമായും സമ്പൂർണ്ണ ആധിപത്യം എന്ന ദീർഘകാല ലക്ഷ്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയം നുണകളുടെയും കുരുമുളകിന്റെയും മിക്സായ ഒരു എരിവുള്ള പായസം മാത്രമാണ്, അല്ലേ? കോട്ടക്കലിൽ തിരിച്ചെത്തിയ കുഞ്ഞാലി മന്ദഗതിയിലാകുന്നില്ല. അദ്ദേഹം ഉൾനാടുകളിൽ തന്റെ സ്വാധീനം വികസിപ്പിക്കുകയാണ്. അറബ് വ്യാപാരികളുമായി സഖ്യമുണ്ടാക്കുന്നു. ഡെക്കാൻ സുൽത്താനേറ്റുകളിൽ നിന്നുള്ള ദൂതന്മാരുമായി പോലും സംസാരിക്കുന്നു. ഗുജറാത്ത് മുതൽ സിലോൺ വരെ ഒരു ഏകീകൃത മുന്നണി, ഒരു പാൻ ഇന്ത്യൻ നാവിക പ്രതിരോധം അദ്ദേഹം സ്വപ്നം കാണുന്നു. അത് അദ്ദേഹത്തിന്റെ അഭിലാഷമാണ്. യാഥാർത്ഥ്യബോധമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ലായിരിക്കാം. പക്ഷേ അവന്റെ മനസ്സ് വ്യത്യസ്തമായ ഒരു വേവ്ലിംഗിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണിത് കാണിക്കുന്നത്. അവൻ ഇപ്പോഴും വിജയിക്കുന്നു. അവന്റെ കപ്പലുകൾ പോർച്ചുഗീസ് ഗാലിയനുകളെ ഭയാനകമായ കൃത്യതയോടെ തടയുന്നു. അവന്റെ ക്യാപ്റ്റന്മാർ അച്ചടക്കമുള്ളവരാണ്. അവന്റെ ചാരന്മാർ വിശ്വസനീയരാണ്. അവന്റെ നാവിക പെരുമാറ്റച്ചട്ടം കർശനമാണ്. ഡ്യൂട്ടിക്കിടെ മദ്യപിക്കുന്നത് അദ്ദേഹം നിരോധിക്കുകയും തടവുകാർക്ക് പരിചരണം നൽകുകയും തീരദേശ പൗരന്മാരോട് മോശമായി പെരുമാറുന്ന ആരെയും വധിക്കുകയും ചെയ്യുന്നു.
അയാൾ കടൽക്കൊള്ളക്കാരനാണോ, സ്വാതന്ത്ര്യസമര സേനാനിയാണോ, തത്വചിന്തകനായ അഡ്മിറലാണോ? സമകാലിക നിരീക്ഷകർക്ക് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. പോർച്ചുഗീസ് കമാൻഡർ ഗോവയിലേക്ക് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹത്തെ ഒരു പ്രവാചകന്റെ തൊലിപ്പുറത്തുള്ള പിശാച് എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കപ്പൽപ്പട കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വിചിത്രമായി കാവ്യാത്മകമാണ്. പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. എന്നാൽ വിജയത്തിന് താഴെ ചില നിഴലുകൾ വളരുന്നു. സാമൂത്രിയുടെ കൊട്ടാരം അസ്വസ്ഥമാണ്. കുഞ്ഞാലിയുടെ സ്വാധീനം, അദ്ദേഹത്തിന്റെ ആരാധനക്രമം പോലുള്ള പ്രശസ്തി, അദ്ദേഹം രാജകീയ ഉത്തരവുകളെ നിർദ്ദേശങ്ങൾ എന്ന് പരാമർശിക്കുന്ന പ്രവണതയും എന്നിവയൊക്കെ മന്ത്രിമാർ ഭയപ്പെടുന്നു. കുഞ്ഞാലി സാമൂത്രിയെ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു. പക്ഷേ സിംഹാസനത്തിലായിരിക്കാടെന്ന് വരാം. പക്ഷേ തീർച്ചയായും അധികാരത്തിലായിരിക്കും. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. സാമൂത്രിയുടെ വിശ്വസ്തനായ ഒരു ദൂതൻ കുഞ്ഞാലിയുടെ കോട്ടിലേക്കുള്ള വഴിയിൽ അപ്രത്യക്ഷനാകുന്നു. ഔദ്യോഗിക വിശദീകരണം: കവർച്ചക്കാർ. അനൗദ്യോഗികമായി പരക്കുന്ന മൊഴി: കുഞ്ഞാലിയുടെ ആളുകൾ. തീർച്ചയായും തെളിവുകളൊന്നുമില്ല. പഴയ സംഘർഷങ്ങൾ ജ്വലിപ്പിക്കാൻ മതിയായ സംശയം മാത്രം. ഇപ്പോൾ പോർച്ചുഗീസുകാർ പ്രായോഗികമായി കൈകോർക്കുകയാണ്. അവർ സാമൂത്രിയെ സ്വകാര്യമായി കണ്ടുമുട്ടുന്നു. ഉച്ചാരണം ലളിതമാണ്: നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞാലി പ്രശ്നമുണ്ട്. വർഷങ്ങളുടെ അസ്വസ്ഥതകൾക്ക് ശേഷം സാമൂത്രി അവസാനം തലകുലുക്കുന്നു. രഹസ്യമായി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒട്ടനവധി തവണ കുരുമുളക് വെന്നിലൂടെ രണ്ടുപക്ഷവും പൂർണ്ണമായി പാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാഗ്ദാനങ്ങളിലൂടെ ഒരു സഖ്യമുടലെടുക്കുന്നു. എന്നാൽ കരാർ വ്യക്തമാണ്: ഒരുമിച്ച് അവർ കടൽ പ്രഭുവിനെ തകർക്കും. അങ്ങനെ തിരമാലകൾ തിരിയാൻ തുടങ്ങുന്നു. കാരണം ഇപ്പോൾ മലബാർ തീരത്തിന്റെ സംരക്ഷകനായിരുന്ന കുഞ്ഞാലി മരക്കാർ നാലാമൻ ഒരു വിദേശ സാമ്രാജ്യത്തെ മാത്രമല്ല, അദ്ദേഹം സേവിച്ച സിംഹാസനത്തിൽ നിന്നുള്ള വഞ്ചനയെയും നേരിടുകയാണ്. വേദി ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയ്ക്കൽ കോട്ട വെയിലത്ത് ധിക്കാരപൂർവ്വം തിളങ്ങുന്നു. പക്ഷേ കുരുക്ക് മുറുകുകയാണ്. കത്തികൾ എത്ര ആഴത്തിൽ കുത്തിയിട്ടുണ്ടെന്ന് അവസാനം മനസ്സിലാക്കുന്നത് കുഞ്ഞാലിയായിരിക്കും. പ്രഭാതത്തിലെ മഞ്ഞ് കടൽത്തീരത്തിനു ചുറ്റും പുക പോലെ ചുരുണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞാലി മരക്കാർ 4 കോട്ടയ്ക്കലിലെ മതിൽക്കെട്ടിൽ നടക്കുന്നത്. കോട്ടയിൽ ജീവന്റെ തുടിപ്പ് നിറഞ്ഞിരിക്കുന്നു. കൊല്ലന്മാർ ഇരുമ്പടിക്കുന്നു. കാവൽക്കാർ കടലിനെ നിരീക്ഷിക്കുന്നു. കപ്പിത്താന്മാർ എണ്ണവിളക്കിനരികെ സ്ട്രാറ്റജി പറഞ്ഞ് മുറുമുറുക്കുന്നു. ഇതു വിപ്ലവത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഒരു തേനീച്ചക്കൂട് പോലെയാണ്. പക്ഷേ ഉപരിതലത്തിന് താഴെ എന്തോ മാറിയിരിക്കുന്നു. ഒരു കാലത്ത് തൻ്റെ രാഷ്ട്രീയ രക്ഷാധികാരിയായിരുന്ന സാമൂതിരി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിശബ്ദ ശത്രുവാണ്. ഒരു കാലത്ത് ഉച്ചത്തിലും വ്യക്തമായും ശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാർ ഇപ്പോൾ കോഴിക്കോട് കൊട്ടാരത്തിലേക്ക് രഹസ്യ സന്ദർശനങ്ങൾ നടത്തുന്ന പുഞ്ചിരിക്കുന്ന നയതന്ത്രജ്ഞനാണ്. ഈ ദുർബല സഖ്യത്തെ ഒരുമിച്ചു നിർത്തിയ സന്തുലിതാവസ്ഥ ഒരു മഴക്കാലത്ത് കൊടിമരം പോലെ തകർന്നു. എന്നിട്ടും കുഞ്ഞാലി ആത്മവിശ്വാസത്തോടെ തുടരുന്നു. ചിലർ പറയുന്നു അഹങ്കാരിയാണ്. കടൽ തന്നെ സംരക്ഷിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തൻ്റെ കപ്പലുകൾ എല്ലാ മണൽത്തിട്ടകളെക്കുറിച്ചുമുള്ള അറിവ് തന്നെ സുരക്ഷിതമായി നിലനിർത്തും. ഇതുവരെ അത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അവൻ്റെ ശത്രുക്കൾ വെള്ളത്തിനക്കരെ നിന്ന് തന്നെ ആക്രമിക്കുന്നില്ല. അവർ കരയിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങുന്നു, പട്ടുനൂലുകളും തന്ത്രങ്ങളും പൊതിഞ്ഞ്. പോർച്ചുഗീസ് സാമൂതിരി സഖ്യം പതുക്കെ ആരംഭിക്കുന്നു. ഔപചാരിക പ്രഖ്യാപനങ്ങളില്ല, കാഹളം മുഴക്കലുകളില്ല, സൂക്ഷ്മമായ മാറ്റങ്ങൾ മാത്രം. കോട്ടയ്ക്കലിലെത്തുന്ന സാധനങ്ങളുടെ എണ്ണം കുറവാണ്. വ്യാപാരമാർഗങ്ങൾ ശാന്തമാകുന്നു. ഒരു കാലത്ത് പിന്തുണച്ചിരുന്ന ഗ്രാമത്തലവന്മാർ ഇപ്പോൾ കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുന്നു. കോട്ട ഒറ്റപ്പെട്ടതായി തുടങ്ങുന്നു. എന്നാൽ കുഞ്ഞാലി വെറുതെ ഇരിക്കുന്നില്ല. നാവിക നവീകരണത്തിൽ അദ്ദേഹം ഇരട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിടിച്ചെടുത്ത പോർച്ചുഗീസ് കപ്പലുകളിൽ നിന്ന് മോഷ്ടിച്ച ബ്ലൂ പ്രിൻ്റുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഹൈബ്രിഡ് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. വലിയ ഗാലിയനുകളേക്കാൾ നേർത്തതും പരമ്പരാഗത ഡാവുകളേക്കാൾ കരുത്തതുമായവ. ചിലതിൽ കറങ്ങുന്ന പീരങ്കികളും മറ്റു ചിലതിൽ സമ്മർദ്ദം ചെലുത്തിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഫ്ലെയിം ത്രോവറുകളും ഘടിപ്പിച്ചിരിക്കുന്നു. അതെ, അതൊരു കാര്യമാണ്. തീയും തേങ്ങയും. കേരളത്തിൻ്റെ നവീകരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്.
ഡ്രമ്മുകളും ഹോൺ സ്ഫോടനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം സിഗ്നൽ കോഡുകളും പരീക്ഷിക്കുന്നു. വെള്ളത്തിനു മുകളിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നതും മിനിറ്റുകൾക്കകം മൈലുകൾക്കപ്പുറത്തേക്ക് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്നതുമാണത്. റേഡിയോകളോ വാട്സാപ്പോ ഇല്ലാത്തൊരു കാലത്ത് അത് മികച്ചതാണ്. സ്വീകരിക്കുന്ന അറ്റത്തുള്ളവർക്ക് അല്പം ഭയാനകവുമാണ്. എന്നിട്ടും ശത്രുവും പരുത്തപ്പെടുന്നു. പോർച്ചുഗീസുകാർ ഇപ്പോൾ സാമൂതിരിയുമായുള്ള സഖ്യത്തിൽ പൂർണ്ണമായി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കടൽ ഉപരോധം തുടങ്ങി. ആദ്യമത് മന്ദഗതിയിലായിരുന്നു പോയത്. പ്രധാന കടലിടുക്കുകളിൽ കുറച്ചു കപ്പലുകൾ മാത്രം. പിന്നീടത് കട്ടിയാകുന്നു. മഴക്കാലത്ത് ഉപരോധം ഒരു കുരുക്കുപോലെ മുറുകുന്നു. ആരും ശ്രദ്ധിക്കാതെ കോട്ടയ്ക്കലിൽ നിന്ന് ഒന്നും അകത്തേക്കോ പുറത്തേക്കോ പോകുന്നില്ല. ചിലരിതിനെ തന്ത്രമെന്ന് വിളിക്കുന്നു. മറ്റു ചിലരിതിനെ ശ്വാസം മുട്ടലെന്ന് വിളിക്കുന്നു. അറേബ്യയിലും ഉൾനാടങ്ങളിലുമുള്ള തൻ്റെ ശേഷിക്കുന്ന സഖ്യകക്ഷികൾക്ക് കുഞ്ഞാലി ദൂതന്മാരെ, മൂടുമടിഞ്ഞവരെ, തിടുക്കമുള്ളവരെ, ഭയമുള്ളവരെ അയക്കുന്നു. ചിലർ അവ്യക്തമായ വാഗ്ദാനങ്ങളുമായി പ്രതികരിക്കുന്നു. മറ്റു ചിലർ ഒട്ടും പ്രതികരിക്കുന്നില്ല. അയാളത് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അധികാരത്തിൻ്റെ ഏകാന്തത, വളരെ ഉയരുന്നതിൻ്റെ ശാപം. ഇതാ ഒരു അദൃശ്യമായതും എന്നാൽ സ്ഥിരമായതുമായ സിദ്ധാന്തം. ഈ സമയത്ത് കുഞ്ഞാലി ജ്യോതിഷത്തിലേർപ്പെടാൻ തുടങ്ങുന്നു എന്നതാണ്. ഒരു പോർച്ചുഗീസ് വിവരണം അവകാശപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം പൂന്തോട്ടത്തിലെ കുറുക്കനെ സൂക്ഷിക്കുക എന്നു മുന്നറിയിപ്പ് നൽകിയ ഒരു മിസ്റ്റിക്കിനെ അദ്ദേഹം കൂടിയാലോചിച്ചു എന്നാണ്. ചരിത്രകാരന്മാർ തീർച്ചയായും അത് തള്ളിക്കളയുന്നു. എന്നാൽ ചിത്രം പറ്റി നിൽക്കുന്നു. ഈ ശക്തനായ അഡ്മിറൽ ചാരന്മാർ തൻ്റെ മതിലുകൾക്കുള്ളിൽ ഗൂഢാലോചന നടത്തുമ്പോൾ നക്ഷത്രങ്ങളെ ഉറ്റുനോക്കുന്നു. ആഴ്ചകൾ മാസങ്ങളായി നീണ്ടുവരുമ്പോൾ സാമൂതിരിയും പോർച്ചുഗീസുകാരും കൊലപാതകത്തിന് തയ്യാറെടുക്കുന്നു. പോർച്ചുഗീസുകാർ പീരങ്കികൾ, എഞ്ചിനീയർമാർ, യുദ്ധത്തിൽ ശക്തരായ സൈനികരെന്നിവ നൽകുന്നു. സാമൂതിരി ഭൂപ്രദേശ പരിജ്ഞാനം, പ്രാദേശിക മനുഷ്യശേഷി, വഞ്ചകയുടെ കുറച്ചളവും എന്നിവ പോർച്ചുഗീസിന് നൽകുന്നു. പദ്ധതി ക്രൂരവും ഉജ്ജ്വലവുമാണ്. കുഞ്ഞാലിയെ കരയിൽ നിന്നും കടലിൽ നിന്നും ഒരേ സമയം ആക്രമിക്കുക. അയാൾക്ക് പിന്മാറാനോ പ്രതിരോധിക്കാനോ കഴിയാത്തത്ര ഞെരുക്കുക. എന്നാൽ അവർ ആക്രമിക്കുക മാത്രമല്ല, അവർ ആദ്യം ചർച്ച നടത്തുന്നതായി നടിക്കും. സമ്മാനങ്ങളും തേൻ ചേർന്ന വാക്കുകളും വഹിച്ചുകൊണ്ട് ഒരു രാജകീയ ദൂതൻ കോട്ടക്കലിലെത്തുന്നു. സാമൂതിരി അവരുടെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നവർ പറയുന്നു. ഒരുപക്ഷെ അഡ്മിറലിന് അത് തീരുമാനിക്കാൻ പരിഗണിക്കാം. വിരമിക്കണോ? ഒരുപക്ഷെ ഉൾനാടൻ പ്രദേശത്തേക്ക് ഒരു ആചാരപരമായ പോസ്റ്റ് നൽകി ആദരിക്കപ്പെടുമോ? കുഞ്ഞാലി ഒരു വിഡ്ഢിയല്ല, പ്രവൃത്തി മനസ്സിലാക്കുന്നു. അദ്ദേഹം പരസ്യമായി ചിരിക്കുന്നു. സാമൂതിരിയോട് പറയൂ, അദ്ദേഹം പറയുന്നു. ഞാൻ എൻ്റെ രക്തത്തിൽ ഉപ്പുമായി ജനിച്ചു. കൊട്ടാരപ്പൂക്കളെപ്പോലെ ഞാൻ വാടിപ്പോകുന്നില്ല. പ്രതികരണം നിശബ്ദതയാണ്. തുടർന്ന് താമസിയാതെ യുദ്ധം നടക്കുന്നു. കോട്ടയ്ക്കൽ അവരോധം ആരംഭിക്കുന്നു. ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ എപ്പിസോഡുകളിലൊന്നാണ്. തീരത്തണിനിരന്ന് പോർച്ചുഗീസ് കപ്പൽപ്പട, തുറമുഖത്തെ പീരങ്കികൾ. ഉൾനാടുകളിൽ നിന്ന് സാമൂതിരിയുടെ സൈന്യമെടുക്കുന്നു. കുഞ്ഞാലിയുടെ ആളുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തരാണ്. ഒരിക്കലും അവസാനിക്കില്ല എന്നവർക്കറിയാവുന്ന ഒരു അഭിരോധത്തിന് ആയുധം നൽകുന്നു. രാവും പകലും ആകാശം കത്തുന്നു. ലോഹത്തേങ്ങകൾ പോലെ പീരങ്കി പന്തുകൾ പൊയ്യുന്നു. സ്കൗട്ടുകൾ പിടിക്കപ്പെടുന്നു. റേഷൻ കുറയുന്നു. ഒരു കാലത്ത് തിരക്കേറിയ കപ്പൽശാലകൾ ഭയാനകമായി നിശബ്ദമാകുന്നു. എന്നാൽ മരയ്ക്കാർ യുദ്ധം തുടരുന്നു. ഗറില്ല ആക്രമണങ്ങൾ വളഞ്ഞു സേനയെ തടസ്സപ്പെടുത്തുന്നു. പോർച്ചുഗീസ് വിദേന ക്യാമ്പുകളിൽ തീയിടുന്നു. പല്ലുകൾ കൊണ്ട് മന്ത്രിക്കുന്നത് പോലെ കണ്ടൽക്കാടുകളിൽ നിന്ന് പതിയിരുന്ന് ചാടി വീഴുന്നു. ഒരു രാത്രിയിൽ ഒരു ചെറിയ മരയ്ക്കാർ സംഘം, കഷ്ടിച്ച് 20 പേർ, ഇടിമിന്നലിൻ്റെ മറവിൽ ഒരു പോർച്ചുഗീസ് കപ്പലിൽ കയറി ക്യാപ്റ്റനെ കൊന്ന് നേരെ കോട്ടക്കൽ തുറമുഖത്തേക്ക് തിരിച്ചോറിട്ടു. ഒരു ചെറിയ വിജയം. പക്ഷേ അത് മറ്റൊന്നിനും ചെയ്യാനാവാത്തതുപോലെ മനോവീര്യം ഉയർത്തുന്നു. കോട്ടയ്ക്കുള്ളിൽ കുഞ്ഞാലി കൂടുതൽ ധിക്കാരിയായും കാവ്യപരമായും വളരുന്നു. അവർ വരട്ടെ, അദ്ദേഹം തൻ്റെ ആളുകളോട് പറയുന്നു. നമ്മൾ അവസാന തിരമാലയാണ്. സാധ്യതകൾ അവനറിയാം. പക്ഷേ ഇതിഹാസങ്ങൾ അവസാന ഘട്ടത്തിലാണ് ജനിക്കുന്നതെന്നും അവനറിയാം. എന്നിട്ടും എല്ലാം മഹത്വമല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ചില ക്യാപ്റ്റന്മാർക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അവിടെ പട്ടിണി വരുന്നു. രോഗം രൂക്ഷമാകുന്നു. കുഞ്ഞാലി അച്ചടക്കം കർശനമാക്കുന്നു, കഠിനമായി. ഒളിച്ചോട്ടത്തിനും മോഷണത്തിനും രാജ്യദ്രോഹ കുറ്റത്തിനും വധശിക്ഷകൾ സാധാരണമായിരിക്കുന്നു. ഒരാൾ കലിഷമയോട് നയിച്ച മനുഷ്യനാണ് ഇപ്പോൾ തീ കൊണ്ട് ഭരിക്കുന്നത്. അത് നിരാശയായിരുന്നോ?
അതോ സ്വപ്നം മാത്രം ചുമക്കുന്ന നിരവധി വർഷത്തെ ഭാരമോ? ചരിത്രകാരന്മാർക്ക് അഭിപ്രായം വ്യത്യസ്തരാണ്. ചിലർ ഇതിനെ വീരോചിതമായ ദൃഢനിശ്ചയമെന്ന് വിളിക്കുന്നു, മറ്റു ചിലർ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഇറക്കമെന്ന്. എന്നാൽ ഏറ്റവും കടുത്ത വിമർശകർ പോലും സമ്മതിക്കുന്നു, കോട്ടയ്ക്കൽ എളുപ്പത്തിൽ വീണില്ല. മാസങ്ങൾ നീണ്ട അവരോധത്തിനു ശേഷം സംയുക്ത സേന ബാഹ്യ പ്രതിരോധങ്ങൾ തകർക്കുന്നു, മതിലുകൾ തകരുന്നു. പക്ഷേ ഉള്ളിലെ ആത്മാവ് വിസമ്മതിക്കുന്നു. അവസാന ആക്രമണത്തിൽ പോർച്ചുഗീസുകാർ തുറമുഖത്തേക്ക് ഇരച്ചു കയറുന്നു. സാമൂതിരിയുടെ സൈന്യം ശേഷിക്കുന്ന മതിലുകൾ കയറുന്നു. ഒരരാജകത്വമായിരുന്നു അവിടെ. ഈന്തപ്പനകൾ പന്തങ്ങൾ പോലെ ജ്വലിക്കുന്നു. പുക കൊണ്ടും നിലവിളി കൊണ്ടും വായു കനത്തതാണ്. ഇതിനിടയിലും കുഞ്ഞാലി കൈകളിൽ വാളുമായി അവസാനം വരെ ശത്രുക്കളെ വെല്ലുവിളിച്ച് കളങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു. അവസാനം അവൻ പിടിക്കപ്പെടുന്നു. പലരും ഭരുന്നതോ പ്രതീക്ഷിച്ചതോ പോലെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നില്ല. അവനെ പിടിച്ച രീതിയോ ഇത് വിധിയുടെ ഒരു ക്രൂരമായ തമാശ. പോർച്ചുഗീസുകാരല്ല, സാമൂതിരിയുടെ ആളുകളാണ് അവനെ പിടിക്കുന്നത്. കടലോ വാളോ കൊണ്ടല്ല, മറിച്ച് ഒരിക്കൽ അവൻ സംരക്ഷിച്ച സിംഹാസനം കൊണ്ടാണ്. കുഞ്ഞാലി ഇരുമ്പിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. താടി കരിഞ്ഞിരിക്കുന്നു. മുഖം വഴങ്ങുന്നില്ല. ഒരിക്കൽ തൻ്റെ പേര് വഹിച്ചിരുന്ന കോട്ടയുടെ പടികൾ താഴേക്ക് വലിച്ചിഴയ്ക്കുന്നവൻ കരയുന്നില്ല, യാചിക്കുന്നില്ല. അവൻ വെറുതെ പറയുന്നു, കടലെന്നെ ഓർമ്മിക്കും. തിരമാലകൾ ക്രൂരരായ അധ്യാപകരെ പോലെയാണ്. സൂര്യൻ തകർന്ന കോട്ടക്കലിന് മുകളിൽ ഉദിക്കുമ്പോൾ കോട്ട നശിച്ചു കിടക്കുന്നു. മതിലുകൾ കരിഞ്ഞ് കറുത്തു. കപ്പലുകൾ സ്വന്തം തുറമുഖങ്ങളിൽ മുങ്ങി. നിശബ്ദത നനഞ്ഞ തുണി പോലെ ഭാരമായി. എന്നാൽ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാളെ മാത്രം ചങ്ങലകളിൽ പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു കാലത്ത് തടയാനാവാത്ത കടൽപ്രഭുവായ കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും വിശ്വസിച്ചവരുടെ തടവുകാരനാണ്. പോർച്ചുഗീസുകാർ ഭയങ്കര സന്തോഷത്തിലാണ്. മരയ്ക്കാർ പാരമ്പര്യത്തെ കൊല്ലാൻ അവർ പതിറ്റാണ്ടുകളായി ശ്രമിച്ചു. ഇപ്പോഴിതാ അദ്ദേഹം നഗ്നപാതനായി, ചങ്ങലയിട്ട്, രക്തം പുരണ്ട്, പക്ഷേ ഇപ്പോഴും ഈ നിമിഷവും തൻ്റെ ഉടമസ്ഥതയിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്നു. ഗോവയിലെ പോർച്ചുഗീസ് ഗവർണർ അദ്ദേഹത്തെ ഉടനെ കൊണ്ടുവരാൻ ഉത്തരവിടുന്നു. എല്ലാം സാമൂതിരിയുടെ അനുഗ്രഹത്തോടെ. ഒരുപക്ഷേ കഥയിലെ ഏറ്റവും കൈപ്പേറിയ ഭാഗം ഇതായിരിക്കും: സാമൂതിരി കുഞ്ഞാലിയെ കൈമാറുന്നു. കൊളോണിയൽ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു പ്രകടനത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പോർച്ചുഗീസ് നേതൃത്വത്തിലുള്ള നാവിക സംഘം തീരത്തിനോട് ചേർന്ന് തെക്ക് നിന്ന് വടക്കൂത്ത് സഞ്ചരിച്ച് അവരുടെ പ്രൈസിനെ ഒരു ഭീകരമായ ട്രോഫി പോലെ പ്രദർശിപ്പിച്ചു. അവർ കടന്നുപോകുന്ന ഓരോ പോർട്ടിലും കാഴ്ചക്കാർ കൂടി. ചിലർ ആർത്തുവിളിച്ചു, ചിലർ കരഞ്ഞു, മറ്റു ചിലർ വെറുതെ അമ്പരപ്പോടെ നോക്കി നിന്നു. കടലിന് നിരവധി കഥകൾ അറിയാം, പക്ഷേ ഇത് തത്സമയം ചുരുളഴിയുന്ന ഇതിഹാസമാണ്. കുഞ്ഞാലി സ്വയം കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷേ ഒന്നിലധികം പോർച്ചുഗീസ് ഓഫീസർമാർ രേഖപ്പെടുത്തിയത് അദ്ദേഹം ഒരിക്കലും കണ്ണുകൾ താഴ്ത്തിയില്ല എന്നാണ്. പരിഹസിക്കപ്പെട്ടപ്പോഴും തുപ്പപ്പെട്ടപ്പോഴും പരിഹസിക്കുന്ന സൈനികർക്ക് മുന്നിൽ പരേഡ് ചെയ്യപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ നോട്ടം സ്ഥിരമായിരുന്നു. ഒരു അഡ്മിറൽ പിന്നീട് എഴുതി, അദ്ദേഹം നമ്മളെ തുറിച്ചു നോക്കി, നമ്മൾ ഇതിനകം ചരിത്രത്തിൽ അപ്രത്യക്ഷമായതുപോലെ. ഗോവയിൽ അവസാനാന്യത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു. നിഗൂഢമായിരിക്കാൻ ഒരിക്കലും താൽപ്പര്യപ്പെടാത്തവർ അവനെ ഒരു ഉദാഹരണമാക്കാൻ തീരുമാനിച്ചു. അതിനെല്ലാം ഉപരി ഇതൊരു മനുഷ്യനല്ല, അവനൊരു കെട്ടുകഥയാണ്, ഒരു മനോവീര്യ യന്ത്രമാണ്, പ്രതിരോധ പ്രചാരണത്തിൻ്റെ ഒരു നടത്തക്കഷ്ണമാണ്. കൊല്ലുന്നത് മാത്രം പോരാ, അവനെ മായ്ച്ചു കളയണം. അവർ അവനെ ഒരു ട്രയലായി വിചാരിച്ചു. എന്നാൽ നമുക്ക് സത്യം പറയാം, ഒരു പടക്കം ഒരു പ്രകാശ സ്രോതസ്സായിരിക്കുന്നതുപോലെ ഇതൊരു പരീക്ഷണമാണ്. അവൻ്റെ മേലുള്ള ആരോപണങ്ങളോ കടൽക്കൊള്ള, മതവിരുദ്ധത, കലാപം, ദൈവദൂഷണം, അഹങ്കാരം, അമിതമായ താടി, നിങ്ങൾ പറയുന്നതെല്ലാം. സാക്ഷികളെ ഹാജരാക്കുന്നു. അവരെല്ലാവരും കുറ്റം പറയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പോർച്ചുഗീസ് പുരോഹിതർ പുറംജാതീയ വില്ലൻ എന്ന കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചിലരദ്ദേഹത്തെ ഇന്ത്യൻ ലൂസിഫർ എന്നും വിളിക്കുന്നു. മറ്റൊന്നുമല്ലെങ്കിൽ അതൊരു നല്ല ബാൻഡ് നെയിം സൃഷ്ടിക്കും. രസകരമായിട്ട് സാമൂതിരി പ്രതിഷേധമോ പ്രതിരോധമോ പിന്തുണക്കത്തോ അയക്കുന്നില്ല. നിശബ്ദത വളരെയധികം സംസാരിക്കുന്നു. ഇപ്പോൾ ആ വിശ്വാസവഞ്ചന പൂർണ്ണമായി. എന്നാൽ കുഞ്ഞാലി സാമൂതിരിക്ക് കീഴടങ്ങിയാൽ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നു. ഒരു രഹസ്യ കരാറുണ്ടാക്കിയതായി ചിലർ വിശ്വസിക്കുന്നു. പോർച്ചുഗീസുകാർ അത് ഉടനെ അവഗണിച്ചു എന്നും.
കുഞ്ഞാലിയെ കൈമാറുന്നത് മരണവാറണ്ടിൽ ഒപ്പിടുന്നതാണെന്ന് സാമൂതിരിക്ക് അറിയാമായിരുന്നു എന്നും മറ്റു ചിലർ കരുതുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും ശത്രുക്കളുടെ കാരുണ്യത്തിലാണ്. അവർ ദയയ്ക്ക് പേരുകേട്ടവരല്ല. പ്രതീക്ഷിക്കാവുന്നതുപോലെ പരസ്യവധശിക്ഷയുടെ വിധിയോടെ വിചാരണ അവസാനിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെ വേട്ടയാടിയ വിചിത്രമായ വിശദാംശത്തെക്കുറിച്ച് സംസാരിക്കാം. ഭൂപട സംഭവം. അത്ര അറിയപ്പെടാത്ത ഒരു ജെസ്യൂട്ട് രേഖയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞാലി കടലാസും മഷിയും ആവശ്യപ്പെടുന്നു. അയാൾ മണിക്കൂറുകളോളം സ്കെച്ചുകൾ വരയ്ക്കുന്നു. കൃത്യമായി എന്താണെന്ന് ആർക്കും ഉറപ്പില്ല. ചിലർ പറയുന്നു അത് കപ്പൽ ഡിസൈനുകളാണെന്ന്. മറ്റു ചിലർ കരുതുന്നു അത് കോഡ് ചെയ്ത ചിഹ്നങ്ങൾ നിറഞ്ഞ മലബാർ തീരത്തിൻ്റെ ഒരു ഭൂപടമാണെന്ന്. ഒരു സിദ്ധാന്തം അവകാശപ്പെടുന്നത് അതൊരു യുട്ടോപ്യൻ തീരദേശ റിപ്പബ്ലിക്കിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റായിരുന്നു, ധിക്കാരത്തിൽ മാന്തി കുഴിയുണ്ടാക്കിയ ഒരു അന്തിമ ഫാൻറ്റസി. ആ കടലാസ് പിന്നീടൊരിക്കലും കണ്ടെത്തിയില്ല. കത്തിച്ചോ, കുഴിച്ചിട്ടോ, മോഷ്ടിച്ചോ, ആർക്കറിയാം. ഇനി വധശിക്ഷ തന്നെ. ഇവിടെ നമുക്ക് സൗമ്യത പുലർത്താം. കാരണം ഉറക്കസമയ കഥയാണെങ്കിലും അല്ലെങ്കിലും ചരിത്രത്തിന് ചിലപ്പോൾ മൂർച്ചയുള്ള പല്ലുകളുണ്ടാകും. കുഞ്ഞാലിയെ ഗോവയിലെ വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പകുതി ഉത്സവവും പകുതി ശവസംസ്കാരവും പോലെയുള്ള ഒരു ജനക്കൂട്ടത്തിലൂടെ നടക്കുന്നു. ഒരു കാലത്ത് അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്ന അവൻ്റെ താടി പകുതി കത്തിയ നിലയിലാണ്. അവൻ്റെ കവചം പോയി, പകരം തുണിക്കഷ്ണങ്ങൾ. പക്ഷെ അവൻ്റെ നട്ടല്ലോ, അതിപ്പോഴും ഒരു കൊടിമരം പോലെ നിവർന്നിരിക്കുന്നു. അവർ പരസ്യമായി അവൻ്റെ തലവെട്ടിമാറ്റുന്നു. അവൻ്റെ ശരീരം 4 മുറിച്ച് നഗരകവാടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. പ്രതിരോധം എത്ര ഗ്ലാമറസ് ആണെങ്കിലും അതിനു വില നൽകേണ്ടി വരുമെന്നതിൻ്റെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തൽ. പോർച്ചുഗീസ് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടത്തിൻ്റെ ഒരു ഭാഗം ലിസ്ബണിലേക്ക് സമ്മാനമായി അയക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഗംഭീരം. എന്നിട്ടും എന്തോ പിഴവ് സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിഹാസം തകർക്കുന്നതിനു പകരം പോർച്ചുഗീസുകാർ അശ്രദ്ധമായി അതിനെ അമരത്വമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വധശിക്ഷയെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, അറബ് തുറമുഖങ്ങളിലും ആഫ്രിക്കൻ വ്യാപാര പട്ടണങ്ങളിലും യൂറോപ്യൻ തീരദേശ നഗരങ്ങളിലും പോലും. ഒരു സാമ്രാജ്യത്തെ ധിഖരിച്ച കടൽ പ്രഭുവിനെക്കുറിച്ച് നാവികർ മന്ത്രിക്കുന്നു. കോഴിക്കോട് കുട്ടികൾ ഇപ്പോഴും കടൽഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെയും കപ്പൽ ഛേദപ്പെട്ട യാത്രക്കാരെയും സംരക്ഷിക്കുന്ന മൺസൂൺ കാറ്റിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രേതം സഞ്ചരിക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഗോവയിലും ഒരു വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. ഒരു തലമുറയ്ക്കുള്ളിൽ വധശിക്ഷ നടന്ന സ്ഥലം കൃത്യമായി കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. രേഖകൾ അപ്രത്യക്ഷമാകുന്നു. സാക്ഷ്യങ്ങൾ പരസ്പരം വിരുദ്ധമാകുന്നു. ചിലർ ഇതിനെ മോശം റെക്കോർഡ് കീപ്പിംഗ് എന്ന് വിളിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് ഇത് മനഃപൂർവമായ ചരിത്രമായ്ക്കലാണെന്നാണ്. അവർ ഒരു മനുഷ്യനെ കൊന്നിരിക്കാമെന്ന നിശബ്ദമായ ഒരു സമ്മതം. പക്ഷേ അത് മിഥ്യയല്ല. കപ്പലിലേക്കും വദന്തികൾ നമുക്ക് മറക്കാതിരിക്കാം. അദ്ദേഹത്തിൻ്റെ മരണശേഷം വർഷങ്ങൾക്കോളം പോർച്ചുഗീസ് കപ്പലുകൾ ഇപ്പോഴും മറക്കാർ കപ്പലുകൾ ദൂരെ നിന്ന് കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. പൂർണ്ണ കപ്പൽ സംഘം കടലിൽ വെച്ച് ദിശ മാറ്റി ഭൂതങ്ങളെ കണ്ടതിൽ പരിഭ്രാന്തരായി. പേടിച്ച ഒരു അഡ്മിറൽ തൻ്റെ ഫ്ലാഗ്ഷിപ്പിൽ ഒരു ഭൂതപ്രേതത്തെ ഒഴിപ്പിക്കുന്ന മന്ത്രവാദിയെ ആവശ്യപ്പെടുന്നു. തീർച്ചയായും ഭയം ശരീരത്തെക്കാൾ നിലനിൽക്കുന്നു. കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ കഥ ഒന്നൂടെ വലുതായി. കുഞ്ഞാലിയെ ഒരു നാടോടി നായകനായും സ്വാതന്ത്ര്യസമര സേനാനിയായും കടൽ അതിൻ്റെ ജനങ്ങളുടെ അവകാശമാണെന്ന് വിശ്വസിക്കാൻ ധൈര്യപ്പെട്ട ഒരു പിഴവുള്ള പ്രവാചകനായും ചിത്രീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഗാനങ്ങൾ ആലപിക്കുന്നു. പലപ്പോഴും വസ്തുതകളും ഫാൻറ്റസിയും കലർത്തുന്നു. ഫയർബോട്ടുകളും ഉപയോഗിച്ച് ഒറ്റയ്ക്കൊരു പോർച്ചുഗീസ് കപ്പലിനെ അദ്ദേഹം പിന്തിരിപ്പിച്ചോ? പക്ഷേ ഇല്ല. എന്നാൽ ഒരു തേങ്ങയും ഒരു നോട്ടവും പിടിച്ച് 90 വയസ്സായ ഒരു തീരദേശ മുത്തശ്ശിയോട് ആരാണ് വാദിക്കാൻ പോകുന്നത്? ആധുനിക ചരിത്രകാരന്മാർ ഭിന്നിച്ചു നിൽക്കുന്നു. അദ്ദേഹം
ഒരു കടൽക്കൊള്ളക്കാരനോ ദേശപത്രിയനോ ആയിരുന്നോ? ഒരു മഹാമനസ്കനോ അതോ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രതിഭയോ ആയിരുന്നോ? മുകളിൽ പറഞ്ഞവയ്ക്കെല്ലാം പക്ഷേ ഉത്തരം യെസ് എന്നായിരിക്കാം. കുഞ്ഞാലി മരക്കാർ 4 ഒരു ലേബലിനു പോലും യോജിക്കില്ല. മതപരവുമെങ്കിലും പുരോഗമിശനെയും ക്രൂരനും പക്ഷേ സംരക്ഷകനും ധിക്കാരിയാണെങ്കിലും ആഴത്തിൽ വിശ്വസ്തനുമായിരുന്നു. വൈരുദ്ധ്യങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വിശ്വസ്തത തന്നെ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുന്നതുവരെ. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യ അതിൻ്റെ കൊളോണിയൽ ക്ഷതവും സമുദ്ര പാരമ്പര്യവുമായി പൊരുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ മുങ്ങിപ്പോകാൻ വിസമ്മതിക്കുന്നു. പ്രതിമകൾ ഉയരുന്നു, സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നു, കുട്ടികൾ അഭിമാനവും അവിശ്വാസവും കലർന്ന മനസ്സോടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് പഠിക്കുന്നു. കാരണം അദ്ദേഹം ചെയ്തത് ഏതാണ്ട് അസാധ്യമായിരുന്നു. അദ്ദേഹം മരവും മനോബലവും കൊണ്ട് കടലിനോട് പൊരുതി. ഏതാണ്ട് വിജയിച്ചു. കുഞ്ഞാലി മരയ്ക്കാർ 4-ാമനെ കൊണ്ടുപോയ തിരമാല അദ്ദേഹത്തിന്റെ കഥയെ കഴുകിക്കളഞ്ഞില്ല. ഒഴുക്കിൽപ്പെട്ട ഒരു മരം പോലെ കേരളത്തിലെ കടൽത്തീരങ്ങളിൽ നിന്ന് വളരെ ദൂരെയുള്ള ദേശങ്ങളിലേക്കും തലമുറകൾക്കപ്പുറത്തേക്കും കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗീസ് പതാകകൾക്കടിയിൽ അഴുകാൻ കിടന്നപ്പോഴും അവയുടെ സ്ഥാനത്ത് മറ്റെന്തോ വളർന്നു. കണ്ടൽക്കാടുകൾ പോലെ സ്ഥിരതയുള്ളതും ഓർമ്മയിൽ ഇരട്ടിക്കുടുങ്ങിയതുമായ ഒരു മിത്ത്. കോഴിക്കോട്ടിൽ കുഞ്ഞാലിയുടെ പേര് ഇനി സ്ഥാനപ്പേരുകളോ ഉപസർഗങ്ങളോ ഉപയോഗിച്ച് സംസാരിച്ചിരുന്നില്ല. അതിന് അവ ആവശ്യമായിരുന്നില്ല. കുഞ്ഞാലി എന്ന് മാത്രം പറഞ്ഞാൽ പടക്കോപ്പുകളുടെ പുകയും പവിഴപ്പുറ്റുപോലുള്ള ചുവന്ന പായകളും ഓരോ തിരമാലയിലും കൊത്തിവെച്ച ധിക്കാരവും ഓർമ്മയിൽ തെളിയും. മത്സ്യബന്ധന ഗ്രാമങ്ങളിലെ കുട്ടികൾ വ്യാജ കടൽ യുദ്ധങ്ങൾ കളിച്ചു. മൂടൽമഞ്ഞ്, തീ, വ്യക്തമായ മനോഭാവം എന്നിവ ഉപയോഗിച്ച് കുഞ്ഞാലി മുഴുവൻ കപ്പലുകളെയും എങ്ങനെ തോൽപ്പിച്ചു എന്ന് മുതിർന്നവർ കഥകൾ പറഞ്ഞു. അതേസമയം പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ ശാരീരികമായി ഇല്ലാതാക്കിയിട്ടും ഭൂതബാധയായി തങ്ങളെ വേട്ടയാടുന്നതായി കണ്ടെത്തി. വെറുതെ ഒരു തോന്നലല്ല, ശരിക്കും അനുഭവപ്പെട്ടു. കൊച്ചിയിലെ ഒരു ജെസ്യൂട്ട് മിഷണറിയുടെ ജേണലിൽ നിന്നുള്ള നമ്മുടെ പുരികമുയർത്തുന്ന അടിക്കുറിപ്പുകളിലൊന്നിൽ പോർച്ചുഗീസ് നാവികർ നിലാവില്ലാത്ത രാത്രികളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ കപ്പലിന്റെ അരികിൽ നിൽക്കുന്നത് കാണാൻ തുടങ്ങി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും സംസാരിച്ചില്ല, വെറുതെ നോക്കി. അവർക്ക് ഭയം വന്നു തുടങ്ങി. അവൻ തിരിച്ചെത്തിയാലോ? ഗോവയിൽ തിരിച്ചെത്തിയപ്പോൾ തങ്ങളുടെ നാടകീയ വധശിക്ഷ തിരിച്ചടിച്ചിരിക്കാമെന്ന് അധികാരികൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കലാപകാരികളെ ഭയപ്പെടുത്തി കീഴടങ്ങുന്നതിനു പകരം അത് കോപ്പിയടി പ്രക്ഷോഭങ്ങളുടെ ഒരു കുതിച്ചുചാട്ടത്തിന് പ്രചോദനമായി. തീരദേശ വ്യാപാരികൾ ചെറിയ മിലീഷ്യകളായി ഒന്നിച്ചു. മാപ്പിള നാവികർ പോർച്ചുഗീസ് വാഹനവ്യൂഹങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുഞ്ഞാലി ഇതിഹാസം വികസിക്കുന്നത് കണ്ട ഉൾനാടൻ ഭരണാധികാരികൾ പോലും യൂറോപ്യൻ സഖ്യങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ വ്യാപാരം അത്ര ലാഭകരമോ സ്ഥിരമോ ആയിരുന്നില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് പോർച്ചുഗീസുകാർ അദ്ദേഹത്തിന്റെ കഥ പുനരെഴുതാൻ തുടങ്ങി. ചില ടെക്സ്റ്റിൽ അവർ എക്സിക്യൂഷൻ എന്നതിനെ കുറച്ചുകാട്ടി. അതിനെ ആവശ്യമായ കടലച്ചടക്കം എന്ന് വിളിച്ചു. മറ്റു ചിലർ അദ്ദേഹത്തെ കടൽക്കൊള്ളക്കാരനായി പുനർനാമകരണം ചെയ്തു. അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പിനെ അവസരവാദ പൊള്ളയായി തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ ആഖ്യാനത്തിലെ രാഷ്ട്രീയത്തെ മായ്ച്ചുകളയാനും ഒരു പൂപ്പൽ പിടിച്ച സുഗന്ധവ്യഞ്ജന കരാറ് പോലെ അത് മറച്ചുവെക്കാനോ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് അതിലൊട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. കേരളത്തിൽ വാമൊഴി ചരിത്രം ശക്തമായി തുടർന്നു. കവികൾ വടക്കൻ പാട്ടുകൾ, വടക്കൻ യോദ്ധാക്കളുടെ ബല്ലാഡുകൾ രചിക്കാൻ തുടങ്ങി. കുഞ്ഞാലി വാളെടുത്തു വീശുന്ന ഗ്രാമീണ വീരന്മാരുടെ സാധാരണ ചട്ടക്കൂട്ടിൽ കൃത്യമായി ഒതുങ്ങില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഥ തടയാനാവാത്ത തിരമാല പോലെ അതിൽ കടന്നുകയറി. ഒരു നാടോടിഗാനം മുങ്ങിമരിച്ച നാവികരുടെ ആത്മാക്കളെ തിരികെ കൊണ്ടുവരാൻ പാതാളത്തിൽ കപ്പൽ കയറുന്ന കുഞ്ഞാലിയെക്കുറിച്ച് പറയുന്നു. കടൽപ്പായൽ പൊതിഞ്ഞ് അദൃശ്യനാകാൻ കഴിയുമെന്ന് മറ്റൊന്നു വാദിക്കുന്നു. വ്യക്തമായും അത് കെട്ടുകഥയാണ്. പക്ഷേ കുഞ്ഞാലിയുടെ പുനർജന്മമാണെന്ന് അവകാശപ്പെടുന്ന ഒരാളെ തന്റെ യൗവനത്തിൽ കണ്ടിട്ടുണ്ടെന്ന് നിർബന്ധിക്കുന്ന ഒരു മുത്തശ്ശനോട് അത് പറഞ്ഞു നോക്കൂ. കുഞ്ഞാലി എപ്പിസോഡ് പോർച്ചുഗീസ് കൊളോണിയൽ തന്ത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറി. അതുവരെ നാവിക മേധാവിത്വം നിയന്ത്രണത്തിന് തുല്യമാണെന്ന അനുമാനത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചത്. പക്ഷേ പ്രാദേശിക അറിവ്, ഭൂപ്രകൃതി, സമൂഹ വിശ്വാസ്യത എന്നിവ യൂറോപ്യൻ വെടിമരുന്നിനെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തവണ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കുഞ്ഞാലി തെളിയിച്ചു. അങ്ങനെ പോർച്ചുഗീസുകൾ തന്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങി. പീരങ്കിക്കുറവ്, കൂടുതൽ കോൺട്രാക്റ്റ്. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി ആഴത്തിലുള്ള വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാൻ തുടങ്ങി. പ്രാദേശിക തൊഴിലാളികളെ ഉപയോഗിച്ച് കോട്ടകൾ പണിയുകയും ഇന്ത്യൻ സൈനികർ ശിപായിമാരായി സഹകരിക്കുകയും ചെയ്തു. അത് സൗഹൃദമായിരുന്നില്ല, പട്ടുകയ്യുറകൾ ധരിച്ച സ്വയം സംരക്ഷണമായിരുന്നു. നിങ്ങൾക്ക്
ഒരു കടൽക്കൊള്ളക്കാരനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിലും പക്ഷേ അടുത്തയാളെ നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് വശത്താക്കാം. പക്ഷേ നമുക്ക് സാമൂതിരിയെ മറക്കാൻ കഴിയില്ല. ഓ പാവം, രാഷ്ട്രീയമായി കുരുങ്ങിയ സാമൂതിരി. കുഞ്ഞാലിയെ ഒറ്റിക്കൊടുത്തത് മിശ്രിതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. ഒരു വശത്ത് അദ്ദേഹം അതിജീവിച്ചു, മറുവശത്ത് തീരദേശ മുസ്ലിങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇടിഞ്ഞു. വ്യാപാരം തകർന്നു, അവിശ്വാസം വളർന്നു. സ്വന്തം ജനങ്ങളോടുള്ള ദീർഘകാല വിശ്വസ്തതയേക്കാൾ ഹ്രസ്വകാല പോർച്ചുഗീസ് പ്രീതി അദ്ദേഹം തിരഞ്ഞെടുത്തു. ചരിത്രം അത് ഓർമ്മിപ്പിക്കുന്നു. വസ്തുതത്തിൽ പിൽക്കാല സാമൂതിരിമാർ നിശബ്ദമായി മരക്കാർ എന്ന പേര് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചു. പൊന്നാനിക്ക് സമീപമുള്ള ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും വീണ്ടും രാജകീയ ഗ്രാൻഡുകൾ ലഭിച്ചു. മാപ്പിള വ്യാപാരികളെ വീണ്ടും വ്യാപാര മാർഗങ്ങളിലേക്ക് ആകർഷിച്ചു. ഇടയ്ക്കിടെ ആരെങ്കിലും പഴയ അഡ്മിറലിനെ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം ആദരവോടെ പരാമർശിക്കുമായിരുന്നു. എന്നാൽ പ്രേതങ്ങളെ ക്ഷണിച്ചു വരുത്താൻ മാത്രം ധൈര്യമുണ്ടായിരുന്നില്ല. അതേസമയം മാപ്പിളന്മാർക്കിടയിൽ കുഞ്ഞാലി ഒരു ഓർമ്മയേക്കാൾ കൂടുതലായി മാറി. അദ്ദേഹം ഒരാത്മീയ മാതൃകയായി. ഒരു വിശുദ്ധനല്ല, കൃത്യമായി ഒരു യോദ്ധാവ് രാജാവുമല്ല, മറിച്ച് അതിനിടയിൽ എന്തോ ഒന്ന്. വീണുപോയ നാവികർക്ക് പള്ളികൾ പ്രാർത്ഥനകൾ സമർപ്പിച്ചു. സമുദ്രോത്സവങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വിളക്കുകൾ കത്തിച്ചു. ഒരു പ്രചരിത കഥയിൽ അദ്ദേഹം സ്വപ്നങ്ങളിൽ കുട്ടികളെ സന്ദർശിക്കുന്നതായും പരീക്ഷകൾക്ക് മുമ്പ് അവർക്ക് ധൈര്യവും ഇടയ്ക്കിടെ ഒരു കോമ്പസും നൽകുന്നതായും വിവരിക്കുന്നു. കോട്ടയ്ക്കൽ ഉപരീതം സമയത്ത് കുഞ്ഞാലി തന്നെ എഴുതിയതായി കരുതപ്പെടുന്ന അറബിയിലെഴുതിയ ഒരു ചെറിയ കൈയെഴുത്തു പ്രതി ഒരു തേക്കിൻ പെട്ടിക്കുള്ളിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. അത് കേരളത്തിന്റെ ജലാതിർത്തികളിൽ വിദേശക്കുടികൾ ഒന്നും തന്നെ പാറാതിരിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് ഒരു വിഷൻ വിവരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ആ കൈയെഴുത്തു പ്രതി ആരും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചക്രവാളത്തിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടാൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം. ആധുനിക ഇന്ത്യയിൽ കഥയ്ക്ക് രണ്ടാം കാറ്റ് ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കുഞ്ഞാലിയെ തങ്ങളുടെ പോരാട്ടത്തിന്റെ മുന്നോടിയായി കണ്ടു. ഗാന്ധി ദണ്ഡിപാതയിലൂടെ സഞ്ചരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ ഒരു മനുഷ്യൻ. ദേശീയ കവികൾ അദ്ദേഹത്തിന്റെ പേര് തീക്ഷ്ണമായ വാക്യങ്ങളിൽ വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ റാണി അബ്ബയ്ക്കും ശിവാജിക്കും തൊട്ടടുത്തായി അൺസങ് ഹീറോസ് എന്ന വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ പേരുകൂടെ ഉൾപ്പെടുത്താൻ തുടങ്ങി. 21-ാം നൂറ്റാണ്ടോടെ കുഞ്ഞാലിയുടെ പ്രശസ്തി സിനിമാറ്റിക്കായിരുന്നു, അക്ഷരാർത്ഥത്തിലായിരുന്നു. സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. ചിലത് മികച്ച നാവിക യുദ്ധങ്ങളോടെയും മറ്റു ചിലത് സംശയിക സ്പെഷ്യൽ ഇഫക്റ്റുകളോടെയുമായിരുന്നു. എങ്ങനെയോ ജെറ്റ് എഞ്ചിൻ ശബ്ദങ്ങളുള്ള മരക്കാർ കപ്പലുകൾ TV സീരിയലുകളിലുണ്ടായിരുന്നു. ബേക്കൽ കോട്ടയിലെ ടൂർ ഗൈഡുകൾ അദ്ദേഹത്തിന്റെ പേര് കൗതുകകരമായ ടൂറിസ്റ്റുകളോട് മന്ത്രിച്ചു. ഏറ്റവും കൗതുകകരമെന്ന് പറയട്ടെ, ഒരു നാവിക താവളത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി, INS കുഞ്ഞാലി എന്ന്. ഇതിഹാസത്തെ ഇഷ്ടികയും ഊരുക്കും ദേശീയ സ്മരണയുമാക്കി മാറ്റി. പുരാണത്തിന് പിന്നിലെ മനുഷ്യനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നോ? ഒരു പ്രോട്ടോ ദേശീയവാദിയായിരുന്നോ? കുറച്ചു മഴക്കാലം ഭാഗ്യം ലഭിച്ച ഒരു സ്വയം മഹത്വീകരിച്ച കടൽ കൊള്ളക്കാരനായിരുന്നോ? ആരും സമ്മതിക്കുന്നില്ല. പക്ഷെ എല്ലാവരും ഇതിൽ യോജിക്കുന്നു. മലബാർ തീരത്ത് കൊളോണിയലിസം നടന്നത് അദ്ദേഹം മാറ്റിമറിച്ചു. കടലോ? അതോർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും കോഴിക്കോടിനു മുകളിൽ ആകാശം ചാരനിറമാകുമ്പോൾ, തിരമാലകൾ ആ പരിചിതവും താളാത്മകവുമായ കോപത്തോടെ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ പറയുന്നു വെള്ളം മലയാളത്തിൽ പിറുപിറുക്കുന്നു എന്ന്. അത് പണ്ടുപോയ കപ്പലുകളെക്കുറിച്ചും പണ്ടേ അണഞ്ഞുപോയ തീകളെക്കുറിച്ചും മുങ്ങാൻ വിസമ്മതിച്ച ഒരു പേരിനെക്കുറിച്ചും പറയുന്നു, കുഞ്ഞാലി. കോഴിക്കോടിൻ്റെ തീരത്തെവിടെയോ പുരാതന രഹസ്യങ്ങൾ മീൻപിടുത്ത വലകൾ കൊണ്ട് കുരുങ്ങുകയും കടൽ ഒരു ഉറങ്ങുന്ന മൃഗത്തെപ്പോലെ ശ്വസിക്കുകയും ചെയ്യുന്നിടത്ത് കുഞ്ഞാലി മരക്കാരൻ്റെ കഥകൾ ഇപ്പോഴും ഉപ്പിലൂടെയും തുള്ളികളിലൂടെയും അലയടിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐതിഹ്യത്തിലെ ഈ അധ്യായം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, അതിനുശേഷം സംഭവിച്ചതിനെക്കുറിച്ചാണ്. ആഫ്റ്റർ ഷോക്കുകൾ, പ്രതിധ്വനികൾ, ഒപ്പം അതിൻ്റെ ഏറ്റവും ശക്തനായ സംരക്ഷകനില്ലാതെ അവശേഷിച്ച ഒരു തീരത്തിൻ്റെ നീണ്ട സാവധാനത്തിലുള്ള പുനർക്രമീകരണം. കുഞ്ഞാലിയുടെ മരണത്തിനു ശേഷം എല്ലാം ശാന്തമായി എന്ന് നിങ്ങൾ കരുതിയേക്കാം. ഒടുവിൽ പോർച്ചുഗീസുകാർ അവരുടെ കാലുകൾ ഉയർത്തി തടസ്സമില്ലാതെ സുഗന്ധവ്യഞ്ജന സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുവെന്നൊക്കെ നിങ്ങൾ കരുതിയേക്കാം.
പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം, അങ്ങനെ നമുക്ക് വിളിക്കാമെങ്കിൽ, 1000 ശാന്തമായ വഴികളിൽ തീരത്തെ സമൂലമാക്കി. അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് ശേഷമുള്ള വർഷങ്ങളിൽ ഒരു പുതിയ തരം പ്രതിരോധം ഉയർന്നുവന്നു. നാവികക്കോട്ടകളിൽ നിന്നല്ല, മറിച്ച് മാർക്കറ്റുകളിൽ നിന്നും, പള്ളികളിൽ നിന്നും, ഡോക്യാർഡുകളിൽ നിന്നും, അത്താഴം മേശകളിൽ നിന്നും. വഞ്ചനയുടെ മുറിവുകൾ നക്കിക്കൊണ്ടിരുന്ന മാപ്പിള സമുദായം താഴെ നിന്ന് എങ്ങനെ അധികാരം നിർമ്മിക്കാമെന്ന് പുനർചിന്തിക്കാൻ തുടങ്ങി. അവർക്കിനി അഡ്മിറലുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് വ്യാപാരമുണ്ടായിരുന്നു. വ്യാപാരം മറ്റൊരു രീതിയിൽ നോക്കിയാൽ യുദ്ധം തന്നെയാണെന്ന് തെളിഞ്ഞു. കുഞ്ഞാലിക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തിലാണ് അറബ് വ്യാപാരികളുടെ സ്വാധീനം കൂടുതൽ ആഴത്തിലാകുന്നത്. കുഞ്ഞാലി പോയതോടെ പോർച്ചുഗീസുകാർ എതിർപ്പില്ലാത്ത നിയന്ത്രണത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ശൂന്യത മനസ്സിലാക്കിയ അറബ് വ്യാപാരികൾ ചെസ്സ് കരുക്കളെ പോലെ കടന്നുവന്നു. കുഞ്ഞാലിയുടെ സംരക്ഷണയിലായിരുന്ന തുറമുഖങ്ങൾ സ്വതന്ത്ര വ്യാപാര സിൻഡിക്കേറ്റുകളുടെ കേന്ദ്രങ്ങളായി മാറി. വ്യാപാരികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഭൂടമകളുടെയും അയന്ന സഖ്യങ്ങൾ. അവർ ഒരു കാര്യത്തിൽ യോജിച്ചു: മറ്റൊരു യൂറോപ്യൻ അഡ്മിറൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വേണ്ടായിരുന്നു. ഇതൊന്നും ആഡംബര പ്രദർശനമൊന്നും നടത്തിയിരുന്നില്ല. പതാകകളില്ല, പീറങ്കികളില്ല, ഏകോപിപ്പിച്ച വ്യാപാര ബഹിഷ്കരണങ്ങൾ, തെരഞ്ഞെടുത്ത വില നിയന്ത്രണങ്ങൾ, പോർച്ചുഗീസ് പട്ടാളങ്ങളിൽ നിന്ന് സാധനങ്ങൾ നിശബ്ദമായി വഴിതിരിച്ചുവിടൽ എന്നിവ മാത്രമായിരുന്നു അത്. ലാഭതകർച്ചയും പകുതി നിറച്ച സുഗന്ധവ്യഞ്ജന കപ്പലുകളും കണ്ട അമ്പരന്ന കോളനിക്കാർ അതിനെ നിർഭാഗ്യമെന്ന് വിളിച്ചു. എന്നാൽ കടൽവായുവും വഞ്ചനയും ഒരേ ശ്വാസത്തിൽ മണത്തറിഞ്ഞ ആർക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമായിരുന്നു. ഒരു വിചിത്രമായ കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞാലിയുടെ ചില പഴയ ലെഫ്റ്റനന്റുകൾ അപ്രത്യക്ഷരായില്ല. കോട്ടക്കല്ലിൻ്റെ പതനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം വ്യത്യസ്ത പേരുകളിൽ വീണ്ടും ഉയർന്നുവന്ന മിഡ് ലെവൽ കമാൻഡർമാരെക്കുറിച്ച് കുറഞ്ഞത് 3 വ്യത്യസ്ത കഥകൾ നിലനിൽക്കുന്നു. അവർ ലക്ഷദ്വീപിൽ കള്ളക്കടത്ത് ശൃംഖലകൾ നടത്തിയിരുന്നോ, അതോ കൂടുതൽ വടക്കോട്ട് പോർച്ചുഗീസ് വിരുദ്ധ വിപത്തികളെ അഭിമുഖീകരിച്ചിരുന്നോ എന്നൊക്കെ പറയാൻ പ്രയാസമാണ്. എന്നാൽ അന്തരാവകാശി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ 1800കളിൽ ഒരു പാം ഓയിൽ സഹകരണം നടത്തിയിരുന്നു. അതൊരു പാരമ്പര്യമാണ്. അതേസമയം സാമൂതിരിയുടെ രാഷ്ട്രീയ തലസ്ഥാനം ക്ഷയിക്കാൻ തുടങ്ങുന്നു. ആദ്യം പതുക്കെ പതുക്കെ. കുഞ്ഞാലിയെ ഒട്ടിക്കൊടുത്തതിന് സാമൂതിരിക്ക് മുസ്ലിം വ്യാപാരികളിൽ നിന്നും പ്രാദേശിക യോദ്ധാക്കളിൽ നിന്നും ഒരു നീണ്ട നിശബ്ദത നേടിക്കൊടുക്കുന്നു. വിശ്വാസം പുതുക്കാൻ കഴിയുന്ന ഒരു വിഭവമല്ല എന്ന് ഇത് തെളിയിക്കുന്നു. ചില രാജകീയ ഉത്തരവുകൾ അവഗണിക്കപ്പെടുന്നു. ചില ദൂതന്മാരെ തിരിച്ചയക്കുന്നു. 1600കളിലെ തുടക്കത്തിൽ ക്ഷാമമുണ്ടാകുമ്പോൾ തീരപ്രദേശ സമൂഹങ്ങളിൽ നിന്നുള്ള പിന്തുണ തണുത്തതാണ്. അത് കൂടുതൽ വഷളാകുന്നു. ഡച്ചുകാരെത്തുന്നു. ഇനി നമ്മുടെ ഉറക്കസമയത്തെ കഥയുടെ വഴിത്തിരിവ് കേൾക്കാം. പീരങ്കികളേക്കാൾ കൂടുതൽ ലെഡ്ജറുകൾ കൈവശം വച്ചിരിക്കുന്ന തണുത്ത കണക്കുകൂട്ടലുകൾ നടത്തുന്ന ആയുധധാരികളായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സമയത്താണ് അതിൻ്റെ ഇന്ത്യൻ അധ്യായം ആരംഭിക്കുന്നത്. മലബാറിലെ കാറ്റിൽ അവർക്ക് രക്തം മണക്കുന്നു. പോർച്ചുഗീസ് അഹങ്കാരം, സാമൂതിരിയുടെ ബലഹീനത, പുതിയൊരാളെ തേടുന്ന ജനസംഖ്യ. അവർ പോർച്ചുഗീസുകാരെ പോലെയല്ല. ഡച്ചുകാർ രക്ഷകരായി നടിക്കുന്നില്ല. അവർ വ്യാപാരം നടത്താനാണ് അവിടെയുള്ളത്. പക്ഷെ അവർ ബുദ്ധിപൂർവം എന്തോ ചെയ്യുന്നു. അവർ കുഞ്ഞാലിയുടെ ഓർമ്മകളെ ഉണർത്തി. സൂക്ഷ്മമായി, തന്ത്രപൂർവം, ഒരു മുറിയിൽ ഒരു മന്ത്രിപ്പ് പോലെ. ഒരു ഡച്ച് കമാൻഡർ തൻ്റെ ഡയറിയിൽ എഴുതുന്നു: ഈ ആളുകൾ ഇപ്പോഴും അവരുടെ തുറമുഖങ്ങൾ സംരക്ഷിച്ച ഒരു കടൽ രാജാവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകുകയും കുറച്ച് പ്രസംഗിക്കുകയും വേണം. ഇത് തീർച്ചയായും ഒരു ഫാൻമെയിൽ അല്ല. പക്ഷെ കൊളോണിയലിസത്തിൻ്റെ സ്വാർത്ഥമായ ലോകത്ത് ഇത് പ്രായോഗികമായി ഒരു പ്രണയലേഖനം പോലെയാണ്. അത് വിജയിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പോലെ അല്ലാത്തതുകൊണ്ട് പ്രാദേശിക സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ചിലപ്പോൾ അത് മതിയാക്കും. അവർ പഴയ മരക്കാർ തുറമുഖങ്ങൾ പോലും പുതുക്കിപ്പണിയുന്നു. അറബ് വ്യാപാരികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഭാഗികമായി നയത്തിന് പുറത്താണ്. കാരണം അവരുടെ കപ്പലുകൾ വീണ്ടും വെളിച്ചെണ്ണ ഉപയോഗിച്ച് തീയിലിടാൻ അവർ ആഗ്രഹിച്ചില്ല. യൂറോപ്പിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞാലി കൊളോണിയൽ രേഖകളിൽ ഒരു പ്രേതമായി മാറുന്നു. പൂർണ്ണമായും മായ്ച്ചു കളയുന്നില്ല, ചുരുക്കപ്പെട്ടു. പോർച്ചുഗീസ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഒരു അപകടകരമായ കോർസെയറായി ചിത്രീകരിക്കുന്നു. ഇത് അവൻ ഞങ്ങളെ വിഡ്ഢികളാക്കി എന്നതിൻ്റെ ഒരു മനോഹരമായ പദമാണ്. ചർച്ച് രേഖകൾ അദ്ദേഹത്തിൻ്റെ പിടികൂടലിനെ അതിശയോക്തിയോടെ വിവരിക്കുന്നു.
ഒരു പ്രാദേശിക രാജാവിൻ്റെ ചതി മൂലമാണത് സാധിച്ചത് എന്ന ഭാഗം ഒഴിവാക്കുന്നു. ക്ലാസിക്. പക്ഷേ ഇന്ത്യ മറക്കുന്നില്ല. വാമൊഴി ചരിത്രങ്ങൾ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥയുടെ ചില പതിപ്പുകൾ അദ്ദേഹത്തെ മറ്റു പ്രാദേശിക നായകന്മാരുമായി വരെ സംയോജിപ്പിക്കുന്നു. ഒരു കഥയിൽ അദ്ദേഹം ചന്ദനം കൊണ്ട് നിർമ്മിച്ച ഒരു വള്ള തുഴയുന്നു. മറ്റൊന്നിൽ ഒരാഫ്രിക്കൻ വ്യാപാരി അദ്ദേഹത്തിന് ഒരു മിസ്റ്റിക് കോമ്പസ് സമ്മാനമായി നൽകുന്നു. അത് എല്ലായ്പ്പോഴും നീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നോക്കൂ, ഇത് ഉറക്കം പിന്നിടുന്ന ചരിത്രമാണ്. നിങ്ങളൊരൽപ്പം മാന്ത്രിക യാഥാർത്ഥ്യം അനുവദിക്കണം. ഇപ്പോൾ കാര്യങ്ങൾ വൈകാരികമായി ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആധുനിക കേരളത്തിലെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പൊന്നാനിയിലും താനൂരിലും, മത്സ്യത്തൊഴിലാളികൾ സീസണിലെ ആദ്യത്തെ മീൻപിടുത്തം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ കടലിന് സമർപ്പിക്കുന്നു. ക്ഷേത്രമില്ല, പള്ളിയില്ല, തിരമാലകളും നിശബ്ദമായ ഒരു ആംഗ്യവും മാത്രം. അത് മതകരമല്ല, അത് രാഷ്ട്രീയമല്ല, അത് വെറും ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. തീരദേശത്ത് ഒരു കാലത്ത് തന്ത്രകര മൂല്യം പുലർത്തിയിരുന്ന ഘടനകളായ വാച്ച് ടവറുകൾ, മറഞ്ഞ ഡോക്കുകൾ, കാടുകയറിയ സംഭരണ തുരങ്കങ്ങൾ എല്ലാം വളരെ കൗതുകങ്ങളായി മാറുന്നു. പ്രാദേശിക കുട്ടികൾ മരക്കാർ ഗുഹകൾ എക്സ്പ്ലോർ ചെയ്യാൻ പരസ്പരം ധൈര്യപ്പെടുന്നു. മുതിർന്നവർ തലയാട്ടി പറയുന്നു, ശ്രദ്ധിക്കൂ, കടൽ ഓർമ്മിക്കുന്നുണ്ട്. വിനോദ ടൂറിസ്റ്റുകൾ സെൽഫികൾ എടുക്കുന്നു. പഴമക്കെട്ടുകൾ തിളയ്ക്കുന്നു. അതേസമയം ആധുനിക ചരിത്രകാരന്മാർ ഇപ്പോഴും കുഞ്ഞാലിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് തലപൊക്കിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ കൊളോണിയൽ വിരുദ്ധ തന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കാൾ വിദേശികളെ വെറുത്ത ഒരു വിദഗ്ധ അവസരവാദിയായിരുന്നു. അതോ അദ്ദേഹം പ്രതിരോധം, രാഷ്ട്രീയം, വിശ്വാസം, ഉപ്പുവെള്ള അതിജീവനത്തിൻ്റെ മിശ്രിതമായ ഇന്ത്യൻ നാവിക യോദ്ധാവിൻ്റെ മാതൃകയായിരുന്നു? സത്യം എല്ലായ്പ്പോഴും എന്നതുപോലെ മൂടലിന് എവിടെയോ ആണ്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, കടലിനെ അദ്ദേഹം മനസ്സിലാക്കി. ഒരു യുദ്ധക്കളമായിട്ട് മാത്രമല്ല, ഒരു ജീവരേഖയായിട്ടും. അതിൻ്റെ താളങ്ങളും മാനസികാവസ്ഥകളും എഴുതപ്പെടാത്ത നിയമങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പുസ്തകങ്ങളിൽ നിന്നോ കോടതി ചർച്ചകളിൽ നിന്നോ അല്ല, മറിച്ച് കപ്പലുകളിൽ നിന്നും, നക്ഷത്രങ്ങളിൽ നിന്നും, തീരങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം തൻ്റെ തന്ത്രം നിർമ്മിച്ചത്. പോർച്ചുഗീസുകാർ കുറച്ചു കണ്ടത് അദ്ദേഹം ആയുധമാക്കി. സമൂഹത്തോടുള്ള കൂറായ്മ, പ്രാദേശിക അറിവ്, കഥ പറയാനുള്ള കഴിവ്. പരാജയത്തിൽ പോലും അദ്ദേഹം എന്തോ നേടി. അദ്ദേഹം ഒരു സാമ്രാജ്യത്തിന് അതിൻ്റെ പരിമിതികൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ജനങ്ങൾക്ക് മുറുകെ പിടിക്കാനുള്ള ഒരു കഥ നൽകി. മറ്റെല്ലാം ഒഴുകിപ്പോയപ്പോൾ ഒരു കോമ്പസ്. അതിനായി മാത്രം അദ്ദേഹം യാത്ര തുടരുന്നു. കടലിന് പേരുകൾ മറക്കാൻ കഴിയും, പക്ഷേ അതിൻ്റെ അടിത്തട്ടിലെ കാൽപ്പാടുകൾ ഒരിക്കലും മറക്കില്ല. കുഞ്ഞാലി മരക്കാരൻ്റെ വധശിക്ഷയ്ക്ക് ശേഷം പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരിക്കൽ പ്രതിരോധിച്ച തീരപ്രദേശങ്ങൾ കൊളോണിയൽ കീഴടങ്ങലിലേക്ക് ഇപ്പോഴും നിശബ്ദമായി വഴുതി വീണിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ആ മനുഷ്യനേക്കാൾ വലുതായ ഒന്ന് സൃഷ്ടിച്ചു. ഒരുതരം പ്രതിരോധ രൂപരേഖ. പിന്നീടത് എടുത്ത് പരിഷ്കരിച്ച് ഒരു പഴകിയ സ്പൈ ഗ്ലാസ് പോലെ കൈമാറും. എന്നാൽ ഇവിടെയാണ് കഥ വീണ്ടും വഴിമാറുന്നത്. നാടോടിക്കഥകളിലും ഉപ്പ് തളിച്ച ഗാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുന്നുണ്ടെങ്കിലും മരക്കാരൻ്റെ പൈതൃകം മറ്റുള്ളവർ നല്ലതിനോ ചീത്തയ്ക്കോ ആയുധമാക്കി. മാപ്പിളമാരിൽ നിന്ന് നമുക്കാരംഭിക്കാം. 17-18 നൂറ്റാണ്ടുകളിലുടനീളം മലബാറിലെ മുസ്ലിം സമൂഹം മാപ്പിളമാർ എന്നറിയപ്പെടുന്നു. യൂറോപ്യൻ ഇടപെടലുകളോടും ഹിന്ദു നാടുവാഴിത്ത സംവിധാനത്തോടും കൂടുതൽ നിരാശരായിരുന്നു. അവരിൽ പലരും ഒരിക്കൽ കുഞ്ഞാലിയെ പിന്തുടർന്ന അതേ സമൂഹങ്ങളിൽ നിന്നുള്ള കടൽയാത്രയുടെയും വ്യാപാരത്തിൻ്റെയും വേരുകൾ കണ്ടെത്തി. സാമൂതിരിയുടെ വഞ്ചനയുടെ ഓർമ്മ വെറും ചരിത്രവസ്തുതയായിരുന്നില്ല, അത് ജീവിക്കുന്ന ഒരു മുന്നറിയിപ്പ് കഥയായി മാറി. തീരദേശ യോഗങ്ങളിൽ മന്ത്രിച്ചതും തെങ്ങുകൾക്ക് താഴെ രാത്രി വൈകി കള്ളുകുടിക്കും ചെയ്തു. ഈ അവിശ്വാസം കാലക്രമേണ തുറന്ന കലാപമായി മാറി. 19-ാം നൂറ്റാണ്ടിലേക്ക് ഒരു ഫ്ലാഷ് ഫോർവേഡ് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി മാപ്പിള കലാപങ്ങൾ നമ്മൾ കാണുന്നു. ചിലത് സാമ്പത്തിക നിരാശയാൽ പ്രേരിതമായവ, മറ്റു ചിലത് മതതീവ്രതയാൽ പ്രേരിതമായവ. എന്നാൽ ഏതാണ്ട് എല്ലാവറ്റിലും
മരക്കാരൻ്റെ ഇതിഹാസത്തിൻ്റെ സ്മരണ നിലനിന്നിരുന്നു. വാസ്തവത്തിൽ 1921 പ്രസിദ്ധമായ മാപ്പിള കലാപത്തിൽ നിരവധി പ്രാദേശിക പോരാളികൾ സ്വയം കുഞ്ഞാലിയുടെ മക്കൾ എന്നു വിളിച്ചിരുന്നതായി ബ്രിട്ടീഷ് ഓഫീസർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിരുന്നില്ല. പക്ഷേ കലാപത്തിൽ വംശപരമ്പരയേക്കാൾ സിംബലുകൾ പ്രധാനമാണ്. അതായിരുന്നു കുഞ്ഞാലിയുടെ പ്രതീകം. പ്രതിരോധത്തിൻ്റെ മാത്രമല്ല, മറിച്ച് നാവിക താന്ത്രിക ആഴത്തിലുള്ള പ്രാദേശികമായ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതിരോധത്തിൻ്റെ പ്രതീകമായി. എന്നിരുന്നാലും പോർച്ചുഗീസുകാർ തങ്ങൾ സൃഷ്ടിച്ച പ്രേതത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പര്യവേക്ഷിക്കാൻ നമുക്കൊലിപ്പം പിന്നോട്ടു പോകാം. സ്പോയിലർ, അവർ അത് നന്നായി ചെയ്തില്ല. കുഞ്ഞാലിയുടെ മരണശേഷം കുഞ്ഞാലിയുടെ അടയാളം മായ്ക്കാൻ അവർ ആക്രമണാത്മക പ്രചാരണങ്ങൾ ആരംഭിച്ചു. അവർ തുറമുഖങ്ങളുടെ പേരുമാറ്റി, കപ്പൽശാലകൾ കത്തിച്ചു. പ്രാദേശിക ശൈലിയിലുള്ള യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം നിരോധിക്കാനും അവർ ശ്രമിച്ചു. അടുത്ത കലാപമുണ്ടാകുന്നതിനു മുമ്പ് അത് മണത്തറിയാൻ വേണ്ടി മലബാർ ഭാഷകളിലും ആചാരങ്ങളിലും വിവരദാതാക്കളെ പരിശീലിപ്പിക്കുന്നതിനായി അവർ ഗോവയിൽ ചാര സ്കൂളുകൾ വരെ സൃഷ്ടിച്ചു. എന്നാൽ അവർക്ക് മറ്റൊരു കുഞ്ഞാലിയെ കണ്ടെത്താൻ ഒരിക്കലും കഴിഞ്ഞില്ല. കടൽക്കൊള്ളക്കാർ ഉണ്ടായിരുന്നു, വിപ്ലവകാരികളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിസ്മ, തന്ത്രം, ജനങ്ങളുടെ ആത്മാർത്ഥ വിശ്വാസം എന്നിവയുടെ സമ്മിശ്രം ആർക്കും ഉണ്ടായിരുന്നില്ല. ആ സമ്മിശ്രം നശിപ്പിക്കാൻ പ്രയാസമായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകൾ കുറിപ്പെടുക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ അവർ ഇന്ത്യയുടെ മേൽ പിടിമുറുക്കാൻ തുടങ്ങിയപ്പോൾ അവർ തീരദേശങ്ങളിലെ അസ്വസ്ഥതകളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അവരുടെ പ്രതികരണം വിവരണങ്ങളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു. അവർ മരക്കാരൻ്റെ അപ്രസക്തനോ അല്ലെങ്കിൽ അപകടകാരിയോ ആയി ചിത്രീകരിക്കുന്ന ഓഫീഷ്യൽ ചരിത്രങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഒരു ബ്രിട്ടീഷ് നാവിക ചരിത്രകാരൻ അദ്ദേഹത്തെ ആഡംബരത്തിൻ്റെ ഭ്രമാത്മകതയുള്ള ഒരു തന്ത്രശാലി കടൽക്കൊള്ളക്കാരനെന്ന് വിശേഷിപ്പിക്കാൻ പോലും ശ്രമിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ ഓഫീഷ്യൽ രേഖകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചെഴുതി ചേർത്തു. തീരദേശ പട്ടണമായ കോയിലാണ്ടിയിൽ മരക്കാർ കപ്പലിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പഴയ കൽനങ്കരം അതൊരു ശാന്തമായ ആരാധനാലയമായി മാറി. ആരും അതിൽ പ്രാർത്ഥിച്ചില്ല, ആരും പൂമാല അർപ്പിച്ചില്ല. അവർ കടലിലേക്ക് പോകുന്ന വഴിയിൽ അത് തൊട്ടു, തിരിച്ചുവരാൻ അനുവാദം ചോദിക്കുന്നതുപോലെ. പൊന്നാനിയിൽ ഉൾനാടുകളിലേക്ക് വീശുന്ന മൺസൂൺ കാറ്റ് കുഞ്ഞാലിയുടെ ശ്വാസമാണെന്നും ഇപ്പോഴും കേരളത്തെ നയിക്കുന്നുവെന്നും കുട്ടികളോട് പറഞ്ഞു. ഇവിടെയാണ് കഥ പറച്ചിൽ പ്രത്യേകിച്ച് വിചിത്രവും അത്ഭുതകരവുമായി മാറുന്നത്. 20-ാം നൂറ്റാണ്ടിൽ പ്രധാനമായും കടലോര മിസ്റ്റിക്കുമാർക്കും പ്രായമായ മത്സ്യത്തൊഴിലാളികൾക്കുമിടയിൽ ചില അപരിഷ്കൃത സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ഒരു സിദ്ധാന്തമെന്ന് പറഞ്ഞാൽ കുഞ്ഞാലി ഒരിക്കലും മരിച്ചിട്ടില്ല എന്നാണ്. പോർച്ചുഗീസുകാർ തലവെട്ടിയ ശരീരം ഒരു ഡീക്കോയ് ആയിരുന്നു എന്ന്. യഥാർത്ഥ കുഞ്ഞാലി അവർ പറയുന്നതനുസരിച്ച് ഒരു രഹസ്യ അണ്ടർ വാട്ടർ ടണലിൽ നിന്ന് രക്ഷപ്പെട്ടു. മുത്തുമുങ്ങൽ വിഭക്തരോടൊപ്പം വടക്കോട്ട് നീന്തി ഗുജറാത്ത് തീരത്തെവിടെയോ അനാഥരായ കുട്ടികളെ നാവിക യുദ്ധത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ട് തൻ്റെ ദിവസങ്ങൾ ജീവിച്ചു. തെളിവുകളൊന്നുമില്ല. എന്നാൽ വളരെ സ്ഥിരോത്സാഹിയായ ഒരു വിരമിച്ച ബോട്ട്മാൻ തൻ്റെ മുത്തച്ഛൻ 1811 തന്നെ കണ്ടുമുട്ടിയതായി സത്യം ചെയ്തു. പിന്നെ മരക്കാർ കോഡ് എന്ന മിത്തുണ്ട്. കോട്ടയ്ക്കൽ ഉപരോധ സമയത്ത് കുഞ്ഞാലി എഴുതിയ സമുദ്ര നിയമങ്ങളുടെയും വ്യാപാര ധാർമ്മികതകളുടെയും ഒരു ശേഖരം. ഈ കോഡ് പടിഞ്ഞാറൻ തീരത്തെ പിൽക്കാലത്തെ അറബ് വ്യാപാര രീതികളെ സ്വാധീനിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് ഇത് നാവിക അന്ധവിശ്വാസങ്ങളുടെയും കാവ്യക നൊസ്റ്റാൾജിയുടെയും ഒരു മാഷപ്പ് മാത്രമാണെന്നാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം വെറുമൊരു പേരായി മാത്രമല്ല, ഒരു തത്വചിന്തയായി തുടർന്നു എന്ന ആശയം നിലനിന്നു. അത് ഫാൻ ഫിക്ഷൻ പോലെ തോന്നുന്നെങ്കിൽ കടൽ ചുരുളുകൾ എന്ന് കേൾക്കുന്നതുവരെ കാത്തിരിക്കൂ. ചാവുകടൽ ചുരുളുകളല്ല, പൂർണ്ണമായും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടതാണ്. 1960കളിൽ താനൂരിനടുത്തുനിന്ന് കണ്ടെത്തിയ താളിയോല കൈയെഴുത്തു പ്രതികളാണിവ. കപ്പൽപാതകൾ, സുരക്ഷിത തുറകൾ, കാറ്റിൻ്റെ ചക്രങ്ങൾ, മരക്കാർ കപ്പൽപ്പട ഉപയോഗിച്ചിരുന്ന കോഡ് ചെയ്ത സിഗ്നലുകൾ എന്നിവയിൽ വിധതിച്ചിരുന്നു. മിക്കതും വായിക്കാൻ കഴിയാത്തവയായിരുന്നു. ചിലത് പിൽക്കാലത്തെ വ്യാജമാണെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു. എന്നാൽ സംശയകർ പോലും കാലിഗ്രഫി സ്റ്റൈൽ 16-ാം നൂറ്റാണ്ടിലെ രീതികളുമായി യോജിക്കുന്നതായി സമ്മതിച്ചു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി മുന്നോട്ടു പോകാം.
സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലേക്ക്. 1950കളിൽ ഇന്ത്യ അതിൻ്റെ ശബ്ദം വീണ്ടും കണ്ടെത്തുകയാണ്. കൊളോണിയൽ ചരിത്രത്തിൻ്റെ പൊടി തട്ടിക്കളഞ്ഞ് യഥാർത്ഥ നായകന്മാരാരായിരുന്നുവെന്ന് വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? കുഞ്ഞാലി മരയ്ക്കാർ തിരിച്ചെത്തുന്നു. പാഠപുസ്തകങ്ങൾ അദ്ദേഹത്തെ ഒരു സമുദ്ര പയണിയറായി വീണ്ടും പരിചയപ്പെടുത്തുന്നു. കേരള സംസ്ഥാന കമ്മിറ്റികൾ പഴയ തീരദേശ കോട്ടകൾ പുനഃസ്ഥാപിക്കാൻ തുടങ്ങുന്നു. പ്രതിമകൾ ഉയരുന്നു. ആദ്യം എളിമയുള്ളതും കാലാവസ്ഥയാൽ തേഞ്ഞതുമായവ, പിന്നീട് കൂടുതൽ അഭിലാഷകരമായ ചിത്രീകരണങ്ങൾ. മുംബൈയിലെ ഒരു നാവികതാവളത്തിന് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കൾ അവസരം തേടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഡൽഹിയിലാണ് ആരംഭിച്ചതെന്ന് ഒരിക്കൽ പഠിപ്പിച്ച സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് കൊളോണിയലിസത്തിനെതിരെ പോരാടിയ കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നു. എന്നാൽ ഇത് ആധുനിക നായകൻ. അദ്ദേഹം എങ്ങനെയുള്ള നായകനായിരുന്നു എന്ന് ആർക്കും പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ചിലർ അദ്ദേഹത്തെ ഒരു മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനിയായി ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലർ അത്തരം പദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒരു മതേതര ഇന്ത്യൻ ദേശീയവാദിയായി ചിത്രീകരിക്കുന്നു. ചിലർ അദ്ദേഹത്തിൻ്റെ ക്രൂരതയെടുത്ത് കാണിക്കുന്നു. മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ മിടുക്കെടുത്ത് കാണിക്കുന്നു. ചർച്ചകൾ പലപ്പോഴും ശബ്ദമുള്ളതും ദേശീയവാദിപരവുമാണ്. പക്ഷേ അവയെല്ലാം ഒരേ സത്യത്തെ ചുറ്റിപ്പറ്റിയാണ്. അദ്ദേഹം പ്രാധാന്യമർഹിക്കുന്നു. ഒരു ജനറലായാലും ഒരു പ്രേതമായാലും അല്ലെങ്കിൽ മറ്റൊരാളുടെ സാമ്രാജ്യത്തിലെ ഒരു പ്രേതത്താൽ എഴുതപ്പെട്ട അടിക്കുറിപ്പായാലും കുഞ്ഞാലി മരയ്ക്കാർ അപ്രത്യക്ഷമാവാൻ വിസമ്മതിച്ചില്ല. കടലോ, അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് മന്ത്രിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴേക്കും കുഞ്ഞാലി മരയ്ക്കാർ ചരിത്ര പുസ്തകങ്ങളെ പൂർണ്ണമായും മറികടന്നു കഴിഞ്ഞു. അദ്ദേഹം ഇനി കേരളത്തിൻ്റെ തീരദേശ ഭൂതകാലത്തിലെ ഒരു അധ്യായമല്ല. മത്സ്യബന്ധന വലകൾ, സ്കൂൾ സിലബസുകൾ, ഉറക്കസമയം കഥകൾ എന്നിവയ്ക്കിടയിൽ തുന്നിച്ചേർത്ത് സാംസ്കാരിക DNA ഭാഗമായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ സംസ്ഥാനവും രാജ്യവും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം അസംബന്ധമായ ഒരു വിരളതാഭാസത്തോടെ നമുക്ക് ആരംഭിക്കാം. നൂറ്റാണ്ടുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആധുനിക നാവികസേന ഒരിക്കൽ കോളനിക്കാർ കടൽക്കൊള്ളക്കാരനായി അധിക്ഷേപിച്ച ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഒരു നാവികത്താവളമായ INS കുഞ്ഞാലി ഒരു പ്രതീകാത്മക തലയാട്ടൽ എന്നതിലുപരിയായി മാറുന്നു. ഇതൊരു പൂർണ്ണ വൃത്ത നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യൻ സംസ്ഥാനം ഇപ്പോൾ കുഞ്ഞാലിയെ തദ്ദേശീയ സമുദ്ര പ്രതിരോധത്തിൻ്റെ പൂർവികനായി അഭിമാനത്തോടെ അവകാശപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് 400 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പൈതൃകം ഒരു പതാകയും പരേഡുമായി വീട്ടിലെത്തുന്നുവെന്ന് സങ്കല്പിച്ചു നോക്കൂ. അതേസമയം മരയ്ക്കാർമാരുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ തദ്ദേശ സർക്കാർ പുനരുദ്ധാരണ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. കോട്ടയ്ക്കലിൻ്റെ തകർന്നു വീഴുന്ന ചുമരുകൾ പായിൽ നിറഞ്ഞ് ഇതിഹാസങ്ങൾ വിഴുങ്ങിയത് വൃത്തിയാക്കി ഫലകങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയ്ക്കൽ ഗ്രാമത്തിൽ ഒരു എളിമയുള്ള മ്യൂസിയം തുറക്കുന്നു. ഭാഗികമായ ആർക്കൈവ്, ഭാഗികമായ ദേവാലയം, തുരുമ്പിച്ച പീരങ്കികൾ, പകർപ്പ് കപ്പലുകൾ, കടലിലേക്ക് നോക്കുന്ന അഡ്മിറലിൻ്റെ ഏകാന്തവും എന്നാൽ ധിക്കാരമായൊരു ഛായാചിത്രവും. എന്നാൽ യഥാർത്ഥ വഴിതിരിവ് പൊടിപടലകളിൽ നിന്നോ സൈനിക ബഹുമതികളിൽ നിന്നോ അല്ല, അത് സിനിമയിൽ നിന്നാണ്. 2000ൻ്റെ തുടക്കത്തിൽ കാലഘട്ട ഇതിഹാസങ്ങളോടുള്ള താൽപ്പര്യത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ഇന്ത്യൻ സിനിമയെ കീഴടക്കി. ഡോൾബി സറൗണ്ട് സൗണ്ട് തിരിച്ചുവരവിനായി തയ്യാറാക്കിയ മൂടി കടൽ കാലാവസ്ഥ വാളെടുക്കൽ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുന്ന വ്യക്തിയായ കുഞ്ഞാലി മരയ്ക്കാരനേക്കാൾ നല്ലതാരാണ് ആ വേഷം ചെയ്യാൻ? നിരവധി സിനിമകൾ നിർദ്ദേശിക്കപ്പെടുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റുഡിയോകൾക്കിടയിൽ പറക്കുന്നു. ബഡ്ജറ്റുകൾ കുതിച്ചുയരുന്നു. ഒടുവിൽ ഒരു ഹൈ പ്രൊഫൈൽ മലയാളം ഭാഷാ സിനിമ വർഷങ്ങൾ നീണ്ട നിർമ്മാണത്തിലാണ് ഇതിഹാസത്തെ IMAX സ്ക്രീനുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഗംഭീരവും നാടകീയവും ഭാഗികമായി കൃത്യവുമാണ്, തീർച്ചയായും. പക്ഷേ അതിൻ്റെ ആഘാതവും ഉടനടി പ്രതീക്ഷിക്കാം. സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസികളും സ്ട്രീമിംഗ് ട്രെൻഡുകളും കണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പുതിയ തലമുറ 16-ാം നൂറ്റാണ്ടിലെ ഒരു അഡ്മിറലിനെക്കുറിച്ച് പെട്ടെന്ന് മന്ത്രിക്കുന്നു. അദ്ദേഹം തീപ്പൊരി വെളിച്ചെണ്ണ ഉപയോഗിച്ച് പോർച്ചുഗീസ് കപ്പലുകൾ തകർത്തു. ടൂറിസം കുതിക്കുന്നു. സ്വാതന്ത്ര്യദിന പരേഡുകൾക്കായി കുട്ടികൾ കുഞ്ഞാലിയുടെ വേഷം ധരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളുടെ ചരിത്രപരമായ കൃത്യതയെ മാത്രം വിശകലനം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെടുന്നു. മരയ്ക്കാർ കാലഘട്ടത്തിലെ ഡോക്കുകളും നാവിക വർക്ക്ഷോപ്പുകളും ഉൾപ്പെടെയുള്ള ഒരു തീരദേശ പൈതൃക ഇടത്തിനലിനെപ്പുള്ള പദ്ധതികൾ പോലും സർക്കാർ പ്രഖ്യാപിക്കുന്നു.
വൈവിധ്യമാർന്ന, രാഷ്ട്രീയമായി നിറഞ്ഞ, അനന്തമായി ഓൺലൈനിലുള്ള ആധുനിക ഇന്ത്യ എന്നതാണെന്ന് കുഞ്ഞാലിയെ ഇപ്പോൾ എല്ലാ പ്രത്യയശാസ്ത്ര കക്ഷികളും അവകാശപ്പെടുന്നു. ദേശീയവാദികൾ അദ്ദേഹത്തെ ആദ്യത്തെ കൊളോണിയൽ വിരുദ്ധ നായകനായി വാഴ്ത്തുന്നു. മതേതര സെക്യുലർവാദികൾ അദ്ദേഹത്തിന്റെ മതാന്തര സഖ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മതവിഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്തിയെ ഉയർത്തിക്കാട്ടുന്നു. ഇടതുപക്ഷക്കാർ അദ്ദേഹത്തിന്റെ ഫ്യൂഡൽ വിരുദ്ധ നിലപാട് അടിവരയിടുന്നു. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഒരു ശാന്തമായ കഫയിൽ ഒരു പ്രൊഫസർ ക്ഷേത്രങ്ങളും സൈൻകളും കൈകൾ കൊണ്ട് തടവിക്കൊണ്ട് നെടുവീർപ്പിട്ടു. അദ്ദേഹം ഒരു നാവികനായിരുന്നു. നമുക്കെല്ലാവർക്കും ഇക്കാര്യം യോജിക്കാൻ കഴിയില്ലേ? എന്നിരുന്നാലും ഇതെല്ലാം വളരെ മാനുഷികമാക്കുന്നത് കുഞ്ഞാലിയുടെ നിഴലിൽ എല്ലാവരും സ്വയം തിരയുന്നതായി തോന്നുന്നു എന്നതാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് മാത്രമല്ല, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ചെറുക്കാനുള്ള ധൈര്യം, പ്രാദേശികവും സമൂലവുമായ എന്തെങ്കിലും കെട്ടിപ്പടുക്കൽ, ഒരു സാമ്രാജ്യത്തിന്റെ കണ്ണിൽ ഉറ്റുനോക്കി ഇവിടെയില്ല എന്നു പറയൽ. കുഞ്ഞാലി പെട്ടെന്ന് ഒരു സൈനിക വ്യക്തി അല്ലാതായി. അദ്ദേഹം ഒരു ലെൻസാണ്. അദ്ദേഹത്തിലൂടെ നമ്മൾ മലബാർ തീരത്ത് അറബ്, ആഫ്രിക്കൻ, മലായ് ലോകങ്ങൾ എങ്ങനെ വന്നുചേർന്നു എന്ന് അന്വേഷിക്കുന്നു. തുറമുഖങ്ങൾ എങ്ങനെ സമൂലമായ ഇന്ററാക്ഷന്റെ സ്ഥലങ്ങളായി മാറി. അവിടെ മതവും വംശവും പലപ്പോഴും കൈമാറ്റത്തിനും അതിജീവനത്തിനും പിന്നിലാക്കി വഴിമാറിക്കൊടുത്തു. കുഞ്ഞാലിയുടെ കപ്പലുകൾ വെറും യുദ്ധയന്ത്രങ്ങളായിരുന്നില്ല. അവ പൊങ്ങിക്കിടക്കുന്ന ക്രോസ് റോഡുകളായിരുന്നു. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും, ആഫ്രിക്കൻ കൂലിപ്പടയാളികളും, അറബ് വ്യാപാരികളും, പ്രാദേശിക സുഗന്ധവ്യഞ്ജന കൈകാര്യക്കാരുമുണ്ടായിരുന്നു. ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുപോലും വിളിക്കുന്നു. കിംവദന്തികളും കൂറും ടൈറ്റ് ചാർട്ടുമൊക്കെയാൽ ഒരുമിച്ച് നിർത്തപ്പെട്ട, അയഞ്ഞ രീതിയിൽ ബന്ധപ്പെട്ട, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കടലിലെ ജനങ്ങളുടെ കൂട്ടായ്മ. ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സ്ത്രീകളെ മറക്കരുത്. കുഞ്ഞാലിയുടെ കഥ ചരിത്രരേഖയിൽ കൂടുതലും പുരുഷന്മാരുടേതാണെങ്കിലും സമീപരേഖന വ്യവേഷണത്തിൽ തീരദേശ കുടുംബങ്ങളിൽ നിന്നുള്ള വാകല സാക്ഷ്യങ്ങളും പ്രതിരോധങ്ങളെ സഹായിച്ച സ്ത്രീകളുടെ കഥകൾ മുന്നോട്ടു കൊണ്ടുവരുന്നു. രഹസ്യവിതരണ ശൃംഖലകൾ നടത്തുക, ഉണക്കമീനിൽ സന്ദേശങ്ങൾ മറയ്ക്കുക, ആഭരണങ്ങളും സമ്പാദ്യവും ഉപയോഗിച്ച് റെയ്ഡുകൾക്ക് ധനസഹായം നൽകുക പോലും ചെയ്തു. അവർക്കൊരിക്കലും സ്ഥാനപ്പേരുകൾ നൽകിയില്ല, പക്ഷേ അവരവിടെയുണ്ടായിരുന്നു. കപ്പലുകൾക്ക് പിന്നിലെ അംഗീകരിക്കപ്പെടാത്ത പൈക്കപ്പലുകളായി. അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് കുഞ്ഞാലി വെറും ചരിത്രമല്ല, അവൻ ചലനങ്ങളുടെ ഓർമ്മയാണ്. ഓരോ പുനരാഖ്യാനവും അവനെ പുനർനിർമ്മിക്കുന്നു. ഓരോ സമൂഹ അവകാശവും അവനെ പുനർജീവിപ്പിക്കുന്നു. നിലവിലാത്ത ഒരു ലേബലിലേക്ക് അവനെ നിരപ്പാക്കാനുള്ള ഓരോ ശ്രമവും അവന്റെ സങ്കീർണമായ സ്വഭാവത്താൽ തകർന്നുപോകുന്നു. അദ്ദേഹത്തെപ്പോലുള്ള കഥകളുടെ യഥാർത്ഥ ശക്തി അതാണ്. കാരണമൊടുവിൽ കുഞ്ഞാലി മരക്കാർ നാലാമൻ കേരളത്തിന്റെയോ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയോ കൊളോണിയൽ വിരുദ്ധ പാഠപുസ്തകങ്ങളുടെയോ മാത്രം സ്വന്തമല്ല. വഞ്ചനയ്ക്കെതിരെ നിലകൊണ്ട ആർക്കും അവൻ അവകാശപ്പെട്ടതാണ്. ഒരു കാൽ മണ്ണിൽ കുത്തി, ഒരു കൈ ചക്രത്തിൽ പിടിച്ചുകൊണ്ട്, ഒരു ഭൂപടത്തിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ഒരു ചക്രവാളത്തിൽ കണ്ണിടലുറപ്പിച്ചുകൊണ്ട് പോരാടിയ ആർക്കും അവൻ അവകാശപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ കുഞ്ഞാലി മരക്കാർ നാലാമൻ നമ്മുടെ എല്ലാവരുടെയും ഹീറോയാണ്. അവനിപ്പോഴും കടൽത്തീരത്തുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിമരക്കാരുടെ യാത്ര ഏതാണ്ട് പുരാണമായി മാറിയിരിക്കുന്നു. ഭാഗികമായി നാടോടി കഥകൾ, ഭാഗികമായി ചരിത്രം, ഭാഗികമായി സാംസ്കാരിക GPS മുഴുവൻ സമൂഹങ്ങളെയും അവർ ആരായിരുന്നുവെന്നും ഒരുപക്ഷെ അവർ ആരായിരിക്കാമെന്നും ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിഹാസങ്ങൾക്ക് പോലും അതിർത്തികളുണ്ട്. കുഞ്ഞാലിയുടെ കാര്യത്തിൽ ആ അതിർത്തികൾ അറബിക്കടലിന്റെ തിരമാലകളാൽ മാത്രമല്ല, രാഷ്ട്രീയം, ഓർമ്മ എന്നിവയാൽ വരയ്ക്കപ്പെടുന്നു. ആദ്യം നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. രാഷ്ട്രീയം പലപ്പോഴും ഒരു നല്ല മീൻകറി പോലെ എരിവും പാളികളുമായിരിക്കുന്ന സമകാലിക കേരളത്തിൽ മരയ്ക്കാരുടെ പൈതൃകം ഒരുതരം പ്രത്യയശാസ്ത്ര ഫുട്ബോളായി മാറുന്നു. ഇടതുപക്ഷ ചായവുള്ള പാർട്ടികൾ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വത്തിന് എതിരായ പോരാട്ടത്തെ പ്രശംസിക്കുകയും ഫ്യൂഡൽ വിരുദ്ധ പ്രതിരോധത്തിന്റെ ആദ്യകാല പ്രതീകമായി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. വലതുപക്ഷ ചായവുള്ള വിഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സ്വത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
വിപുലമായ അറബ് വ്യാപാര ബന്ധങ്ങളുള്ള ഒരു മുസ്ലിം അഡ്മിറൽ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? ഈ വസ്തുത മുഴുവൻ സൗകര്യപ്രദമായി മങ്ങുന്നു. ഓരോ പതിപ്പും അദ്ദേഹത്തെ അവകാശപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ അവർ അദ്ദേഹത്തെ ചുരുക്കുന്നു. കാരണം കുഞ്ഞാലി നീറ്റായിരുന്നില്ല. അയാൾ രേഖീയ സ്വഭാവമുള്ളവനായിരുന്നില്ല. അദ്ദേഹം വന്യനും വേലിയേറ്റക്കാരനും പ്രവചനികനാതീതനുമായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന കടൽ പോലെ. അദ്ദേഹത്തിന് മുസ്ലിം വിശ്വാസവും ഹൈന്ദവ സഖ്യകക്ഷികളും അറബ് ഫണ്ടിങ്ങും പോർച്ചുഗീസ് ശത്രുക്കളുമുണ്ടായിരുന്നു. അദ്ദേഹം മക്കയോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രം തൻ്റെ സ്വകാര്യ ക്ഷേത്രമാണെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനെപ്പോലെ പോരാടി. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആധുനിക ചർച്ചകൾ ഇന്ത്യൻ നാവിക സ്വത്വത്തിനായി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യയ്ക്ക് സഹസ്രാബ്ദങ്ങളായി ശക്തമായ സൈന്യങ്ങളും രാജവംശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നാവിക ഇതിഹാസങ്ങളുണ്ടോ? അത്രയധികമില്ല. അതുകൊണ്ടാണ് കുഞ്ഞാലി ഇത്ര കാന്തികമാകുന്നത്. അദ്ദേഹം വെള്ളത്തിനെതിരെ പോരാടുകയായിരുന്നില്ല. അദ്ദേഹം വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കടലിനെ ഒരു തടസ്സമായിട്ടല്ല, മറിച്ച് ശക്തിക്കും കലാപത്തിനും ജ്വലിക്കുന്ന റാഫ്റ്റുകളും കാറ്റിൻ്റെ പാറ്റേണുകളും ഉൾപ്പെടുന്ന സമർത്ഥമായ തന്ത്രങ്ങൾക്കുമുള്ള വേദിയായാണ് അദ്ദേഹം പരിഗണിച്ചത്. മിലിറ്ററി കോളേജുകൾ ഇപ്പോൾ അദ്ദേഹത്തെ പഠിക്കുന്നു. തന്ത്രങ്ങൾക്കു വേണ്ടി മാത്രമല്ല, മനോധൈര്യത്തിനു വേണ്ടിയും. കാരണം സത്യം പറഞ്ഞാൽ മനോധൈര്യം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളിൽ പകുതിയായിരുന്നു. അദ്ദേഹത്തിന് മികച്ച കപ്പലുകളുണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് ഒരു സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നത് സാധ്യമല്ലെന്ന് അദ്ദേഹം അവരെ വിശ്വസിപ്പിച്ചതുകൊണ്ടാണ്. അത് കാവ്യാത്മകമായിരുന്നു. എന്നിട്ടും ഈ ആഘോഷത്തിനിടയിലും കഥയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മരക്കാർ വംശാവലിയിലേക്ക് നോക്കാം. കുഞ്ഞാലി നാലാമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം ചിതറിപ്പോയി. ചിലർ തീരദേശ ഗ്രാമങ്ങളിൽ ലയിച്ചു. മറ്റു ചിലർ വടക്കൻ കേരളത്തിലേക്കോ ശ്രീലങ്കയിലേക്കോ വരെ രക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. തലമുറകൾ മങ്ങുന്നു, രേഖകൾ അപ്രത്യക്ഷമാകുന്നു. ഇന്ന് നിരവധി കുടുംബങ്ങൾ വംശാവലി അവകാശപ്പെടുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ നിലനിൽക്കുന്നില്ല. വാസ്തവത്തിൽ പക്ഷേ അത് ആവശ്യമായിരുന്നില്ല എന്ന് വേണം. കാരണം മരക്കാർ രക്തബന്ധങ്ങളെക്കുറിച്ചല്ല, പ്രതിരോധം, തന്ത്രം, കടൽബോധം, ഉപ്പുരസമുള്ള ധിക്കാരം എന്നിവയെക്കുറിച്ച് കൂടുതലായി മാറിയിരിക്കുന്നു. കോഴിക്കോടുള്ള ഒരു ആധുനിക സ്കൂൾ അധ്യാപിക തൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നൊരു മരക്കാറാകുക എന്നതിനർത്ഥം നിങ്ങൾക്ക് പീരങ്കികൾ വേണമെന്നല്ല, തിരമാലകൾ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നിങ്ങൾ തലയുയർത്തി നിൽക്കുന്നു എന്നാണ്. ഇനി കുഞ്ഞാലിയുടെ കഥ കേരളത്തിൻ്റെ വിശാലമായ സാംസ്കാരിക സ്വത്വവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് നമുക്ക് നീങ്ങാം. കേരളം പലതുമാണ്. വായനക്കാരുടെ നാട്, വിപ്ലവകാരികളുടെ നാട്, പണമഴയ്ക്കലിൻ്റെ നാട്. പക്ഷേ അത് കടലിനാൽ ആഴത്തിൽ രൂപപ്പെട്ട ഒരു തീരദേശ സംസ്കാരം കൂടിയാണ്. കുഞ്ഞാലി ആ ഐഡന്റിറ്റിയിൽ ഒരു കപ്പലിൻ്റെ പാമരം പോലെ ചേർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ വ്യാപാരത്തോടുള്ള തുറന്ന മനസ്സ്, അതിൻ്റെ ശക്തമായ സ്വാതന്ത്ര്യബോധം, സംസ്കാരങ്ങളുടെ അവ്യവസ്ഥിതവും എന്നാൽ സുന്ദരവുമായ മിശ്രണം, ഇതെല്ലാം കുഞ്ഞാലിയിൽ കാണാം. പ്രാദേശിക പള്ളികളിലെ അറബി ലിപികൾ, ഭാഷയിലെ പോർച്ചുഗീസ് കടമെടുത്ത വാക്കുകൾ, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പുരാതന മത്സ്യബന്ധന രീതികൾ. കുഞ്ഞാലി അതിലൂടെയെല്ലാം സഞ്ചരിച്ചു. വാസ്തവത്തിൽ കുഞ്ഞാലി കേരളത്തിൻ്റെ ഒഡിസ്സേസ് ആണെന്ന് വാദിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ മന്ത്രിക്കുന്നു, മറ്റുള്ളവർ ആക്രോശിക്കുന്നു. കൃത്യമായ ഹോമറിക് അർത്ഥത്തിലല്ല, മറിച്ച് ആത്മാവിലാണ്. അതിരു കടന്നുപോകുന്ന, വളരെ കുറച്ചുപേരെ വിശ്വസിക്കുന്ന, ഒടുവിൽ ഒട്ടിക്കൊടുക്കപ്പെടുന്ന, പ്രിയപ്പെട്ടവനായിത്തീരുന്ന ഒരു കടൽ യോദ്ധാവ്. മരണശേഷം കൂടുതൽ ശക്തനാകുന്ന ഒരു മനുഷ്യൻ. രാജാക്കന്മാരോടല്ല, തീരപ്രദേശങ്ങളോടുള്ള വിശ്വാസ്യതയായിരുന്നു യഥാർത്ഥ കോമ്പസ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്, പുരാണവാദികൾ. കുഞ്ഞാലി ഒരിക്കലും മരിച്ചില്ലെന്ന് അവർ തികച്ചും നേരായ മുഖത്തോടെ പറയും. കേരളം തന്നെ തിരികെ വിളിക്കുന്ന ദിവസത്തിനായി കാത്തിരുന്നുകൊണ്ട് അദ്ദേഹം മൂടൽമഞ്ഞിലേക്കും ഓർമ്മകളിലേക്കും പടിഞ്ഞാറോട്ട് കപ്പൽ കയറി. വിശ്വസ്തരായ മത്സ്യങ്ങളും പോർച്ചുഗീസ് ഗാലിയനുകളുടെ അസ്ഥികളും കൊണ്ട് ചുറ്റപ്പെട്ട കടലിനടിയിലെ ഒരു പവിഴപ്പുറ്റു കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് ചിലർ പറയുന്നു. കൊടുങ്കാറ്റു പാറ്റേണുകളിൽ സ്വപ്നം കാണുന്ന ഒരു തീരദേശ കുട്ടിയായി അദ്ദേഹം 100 വർഷത്തിലൊരിക്കൽ പുനർജന്മം നേടിയിട്ടുണ്ടെന്ന് മറ്റുള്ളവർ വാദിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥിരമായ ഒരു നഗര ഇതിഹാസം അവകാശപ്പെടുന്നത് കോഴിക്കോടിനടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഫെറിയുടെ അരികെ ഒരു ഡോൾഫിൻ നീന്തി
3 തവണ അതിനെ വട്ടമിട്ടു, അതിന്റെ വാലിൽ തികഞ്ഞ താളത്തിൽ തട്ടി. മരക്, മരക്, മരക്. യാദർച്ഛികമാണോ? പക്ഷേ മറൈൻ പെർക്കുഷനുമായി വാദിക്കാൻ നമ്മൾ ആരാണ്? ഇന്നും കുഞ്ഞാലിയുടെ പേര് അതിശയിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഉയരുന്നുവരുന്നു. സാംസ്കാരിക മായ്ക്കലിനെ തീർക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വാക്യത്തിൽ മലപ്പുറത്തു നിന്നുള്ള ഒരു ലോക്കൽ റാപ്പ് ഗ്രൂപ്പ് അദ്ദേഹത്തെ പരാമർശിക്കുന്നു. ഒരു സ്റ്റാർട്ടപ്പ് ഷിപ്പിംഗ് കമ്പനി അവരുടെ ആദ്യത്തെ കാർഗോ ബോട്ടിന് സീ വൂൾഫ് എന്ന് പേരിട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വിചാരണയുടെ ഒരു ആഴത്തിലുള്ള നാടക പ്രകടനം അവതരിപ്പിക്കുന്നു. അവിടെ പ്രേക്ഷകർക്ക് അദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരനാണോ അതോ ദേശസ്നേഹിയാണോ എന്ന് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ചായക്കടയിലെ ഒരു വൃദ്ധൻ ഒരു വിനോദസഞ്ചാരിയുടെ നേരെ ചാരിയിരുന്ന് പറയും, നിങ്ങൾക്ക് ഈ നാടിനെ മനസ്സിലാക്കണോ? കടലിനെ അലറി വിളിച്ച മനുഷ്യനെക്കുറിച്ച് അറിയുക. കുഞ്ഞാലിയുടെ യഥാർത്ഥ കഴിവ് യുദ്ധത്തിലോ കഥ പറയലിലോമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇന്നും വാദിക്കുന്നു. അദ്ദേഹം കപ്പലുകളാണോ നിർമ്മിച്ചത് അതോ കിട്ടുകഥകളാണോ? അദ്ദേഹത്തിന്റെ പതനം അഹങ്കാരമാണോ അതോ വഞ്ചനയാണോ? എന്നാൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതാണ് പാരമ്പര്യം. സ്മാരകങ്ങളിലോ മെഡലുകളിലോ അല്ല, മറിച്ച് വാതകങ്ങളിലും സ്വപ്നങ്ങളിലും കടൽനുര കടം കഥകളിലുമാണ്. അദ്ദേഹം പൂർത്തിയാകാതെ നിൽക്കുന്നു, അവകാശപ്പെടാതെ നിൽക്കുന്നു, മുങ്ങിപ്പോകാതെ നിൽക്കുന്നു. ഓർമ്മയുടെ അനന്തമായ പാതയിൽ ഒരു നാവികൻ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. 400 വർഷങ്ങൾക്ക് ശേഷവും മലബാർ തീരത്ത് തിരമാലകൾ ആഞ്ഞടിക്കുന്നു. കുഞ്ഞാലി മരക്കാരുടെ പേര് ഇപ്പോഴും അവരുടെ മേൽ ഉയർന്നുവരുന്നു. എന്നാൽ ഈ അവസാന ഭാഗം മറ്റൊരു യുദ്ധത്തെക്കുറിച്ചോ ഇതിഹാസത്തെക്കുറിച്ചോ അല്ല. ഒരു കഥ മരിക്കാൻ വിസമ്മതിക്കുമ്പോൾ, ഒരു പേര് ഓർമ്മയേക്കാൾ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണിത്. കടലിന്റെ ആക്രമണകാരികളോട് പോരാടിയ ആദ്യത്തെ ആളല്ല കുഞ്ഞാലി, അവസാനത്തെ ആളുമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അതുല്യമാണ്. കാരണം അത് കല്ലിൽ കുഴിച്ചിട്ടതോ ലൈബ്രറികളിൽ സൂക്ഷിച്ചിരിക്കുന്നതോ അല്ല, അത് ജീവിച്ചിരിക്കുന്നു. അധികാരത്തെയോ വഞ്ചനയോ സാമ്രാജ്യത്തെയോ നേരിടുന്ന ഓരോ തലമുറയും, അത് കപ്പലുകളിലോ സ്പ്രെഡ്ഷീറ്റുകളിലോ ആകട്ടെ, അദ്ദേഹത്തിന്റെ കഥയിൽ പിടിച്ചെടുക്കേണ്ട എന്തെങ്കിലും കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ, മലകൾക്കും കടലിനുമിടയിലുള്ള ഈ നീണ്ട ഇടുങ്ങിയ സംസ്ഥാനത്തിൽ മഴ വശങ്ങളിലേക്ക് പതിക്കുകയും രാഷ്ട്രീയം കൂടുതൽ ശക്തിയായി പ്രഹരിക്കുകയും ചെയ്യുന്നിടത്ത് കുഞ്ഞാലി ഇതിഹാസം ഇപ്പോഴും ഒരു മത്സ്യബന്ധന ബോട്ടിലെ വിളക്കുപോലെ മിന്നിമറിയുന്നു. നിങ്ങൾക്കത് സ്കൂൾ ചുമർചിത്രങ്ങളിൽ കാണാം. അവിടെ പീരങ്കിപ്പന്തുകൾ പെയിന്റ് ചെയ്ത സമുദ്രങ്ങളിൽ വലയുന്നു. പാഠപുസ്തകങ്ങളിൽ, പരീക്ഷാ സൗഹൃദ പന്തികളിൽ ആ മനുഷ്യന്റെ ലളിതമായ പതിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ ഔദ്യോഗികമല്ലാത്ത സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഒരു കായൽ തോണിയിൽ കടൽ ബല്ലാടുകൾ മൂഴുന്ന വൃദ്ധൻ, അല്ലെങ്കിൽ കുഞ്ഞാലി സ്നാക്സ് എന്ന ബോട്ടാകൃതിയിലുള്ള വണ്ടിയുമായി തെരുവു കച്ചവടക്കാരൻ. മറ്റു പലരും മറന്നുപോയിട്ടും അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കാൻ ഒരു കാരണമുണ്ട്. അത് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം എല്ലാവർക്കും അടുത്തോടുകയും ശക്തവുമായ ഒന്നിനെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റൊരാൾ നിങ്ങളുടെ കഥ പറയാൻ അനുവദിക്കാതിരിക്കല്ല. കുഞ്ഞാലിയുടെ ജീവിതം ആഖ്യാനകലാപത്തിലെ മാസ്റ്റർ ക്ലാസ്സാണ്. പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ കടൽ കൊള്ളക്കാരനെന്ന് വിളിക്കാൻ ശ്രമിച്ചു. സാമൂതിരി അദ്ദേഹത്തെ ഉപയോഗശൂന്യമെന്ന് വിളിക്കാൻ ശ്രമിച്ചു. ചരിത്രം അദ്ദേഹത്തെ സങ്കീർണമെന്ന് വിളിക്കാൻ ശ്രമിച്ചു. പിന്നെ കേരളമോ? കേരളം അദ്ദേഹത്തെ നമ്മുടേതായി എന്നു വിളിച്ചു. സമുദ്രവും അതിന്റെ മൂഢിയായ മാറിക്കൊണ്ടിരിക്കുന്ന നിശബ്ദതയിൽ ഇത് സമ്മതിക്കുന്നതായി തോന്നുന്നു. സൂര്യോദയത്തിന് തൊട്ടുമുൻപ് പൊന്നാനിയിലെ കടൽ തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ചിലപ്പോൾ നിർത്തുന്നു. അവർ കാത്തിരിക്കുന്നു. ഒരു ദൈവത്തിനു വേണ്ടിയോ ഒരു പച്ച വെളിച്ചത്തിനു വേണ്ടിയോ അല്ല, ഒരു നിശ്ചിത നിശ്ചലതയ്ക്കു വേണ്ടി. കാറ്റും തിരമാലകളും ഒത്തുചേരുന്ന ഒരു നിമിഷം. അപ്പോഴാണവർ വല വീശുന്നത്. ഇപ്പോഴും അവരതിനെ മരക്കാരന്റെ മണിക്കൂർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതിഹാസങ്ങൾ തീരപ്രദേശങ്ങളെപ്പോലെ മാറുന്നു. ഇന്ന് കുഞ്ഞാലിയുടെ കഥ കാലത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നു. പ്രതിരോധ സെമിനാറുകൾ മുതൽ കവിതാ സ്ലാമുകൾ വരെ എല്ലാറ്റിലും അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ സംവാദങ്ങൾ, സ്കൂൾ സംവാദങ്ങൾ, ട്വിറ്റർ ത്രെഡുകൾ, AI നിർമ്മിത ഡോക്യുമെന്ററികൾ. ഒരു കാലത്ത് തടിക്കപ്പലുകളുടെ ഒരു കൂട്ടക്കെട്ടിനെ നയിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ അൽഗോരിതങ്ങളിലൂടെയും മീമുകളിലൂടെയും സഞ്ചരിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ ദേശീയതയുടെ ആദ്യകാല ശബ്ദമായിരുന്നോ? അമിതമായ അഭിലാഷമുള്ള ഒരു പ്രാദേശിക യുദ്ധപ്രഭു.
അത് തണുത്തതായിരിക്കുന്നതിനു മുമ്പ് തീരദേശ സുസ്ഥിരത മനസ്സിലാക്കിയ ഒരു പ്രോട്ടോ പരിസ്ഥിതിവാദിയാണോ? ആർക്കും അറിയില്ല. അതാണ് സമ്മാനം. കാരണം ഒരു ഇതിഹാസം ഉറപ്പിലേക്ക് സ്ഥിരതാമസമാക്കിയാൽ അത് ജീവനോടെ ഇരിക്കുന്നത് നിർത്തുന്നു. കുഞ്ഞാലിയുടെ പ്രതിഭ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മാത്രമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ സമയമായിരുന്നു. കടലിനെ വായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അതെ, ആളുകളെ വായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. സാധ്യതയില്ലാത്ത സഖ്യങ്ങളുണ്ടാക്കുക. ആ വിജയം തിരിച്ചറിയുന്നത് എല്ലായ്പ്പോഴും അമിതമായ ശക്തിയെക്കുറിച്ചല്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുവിനെ അവരുടെ സ്വന്തം കഥയെ സംശയിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്നത്. അധികാരത്തിലിരിക്കുന്ന ആരെങ്കിലും ഭൂതകാലത്തെ മാറ്റിയെഴുതാൻ ശ്രമിക്കുകയോ വിയോജിതങ്ങളെ നിശബ്ദമാക്കുകയോ സ്വന്തം പ്രതിച്ഛിഭയിൽ ഭൂപടം വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കടൽ പിന്നോട്ട് തള്ളുന്നു. ചിലപ്പോൾ അത് കാറ്റിലൊരു പഴയ പേര് മന്ത്രിക്കുന്നു: കുഞ്ഞാലി. സമുദ്രത്തെ വീണ്ടും ഇന്ത്യക്കാരനാക്കാൻ ധൈര്യപ്പെട്ട അഡ്മിറൽ. അദ്ദേഹം തുറമുഖങ്ങളിൽ നിന്ന് പോയിരിക്കാം, കൊട്ടാരങ്ങളിൽ നിന്ന് പോയിരിക്കാം, യൂറോപ്യൻ ചരിത്ര പുസ്തകങ്ങളുടെ താളുകളിൽ നിന്ന് പോയിരിക്കാം. എന്നാൽ അടുത്ത തവണ നിങ്ങൾ തീരത്തിനടുത്തെത്തുമ്പോൾ സൂക്ഷ്മിച്ചു ശ്രദ്ധിക്കുക. തിരമാലകളിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഇപ്പോഴും കപ്പൽ യാത്ര ചെയ്യുന്നു, ഇപ്പോഴും കാണുന്നു, ഇപ്പോഴും മുങ്ങാൻ വിസമ്മതിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കഥ സൗമ്യമായി അവസാനിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആരവം വേലിയേറ്റത്തിൻ്റെ അടിത്തട്ടിലെ മണൽ പോലെ നിലകൊള്ളട്ടെ. പീരങ്കികൾ നിശബ്ദമായി, കപ്പലുകളെല്ലാം തുറമുഖത്തേക്ക് മടങ്ങി. കടൽക്കാക്കകൾ പോലും ആകാശത്തിൽ കൂടുതൽ സാവധാനം പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്നു. ഇന്ന് രാത്രി നമ്മൾ വളരെ ദൂരം സഞ്ചരിച്ചു. വഞ്ചനയിലൂടെയും ധൈര്യത്തിലൂടെയും, യഥാർത്ഥവും സാങ്കൽപ്പികവുമായ കൊടുങ്കാറ്റുകളിലൂടെയും, പുകയുന്ന യുദ്ധങ്ങളിലൂടെയും നിശബ്ദ പ്രാർത്ഥനകളിലൂടെയും. കുഞ്ഞാലിമരക്കാർ തീയും ഉപ്പും കഠിനമായ തിരഞ്ഞെടുപ്പുകളും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു. ഒടുവിൽ അദ്ദേഹം അവശേഷിച്ചത് വിജയമോ നഷ്ടമോ എന്നു മാത്രമല്ല, മുങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു കഥ അദ്ദേഹം അവശേഷിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു ദീർഘനിശ്വാസമെടുക്കുക. നിങ്ങളുടെ തോളുകൾ അയക്കട്ടെ. രാത്രിയിൽ സമുദ്രം അനന്തവും ഇരുണ്ടതും, എന്നാൽ അതിൻ്റെ താളത്തിൽ സുരക്ഷിതവുമാണെന്ന് സങ്കൽപ്പിക്കുക. ഉപ്പിൻ്റെ മണം, മരവഞ്ചികളുടെ കിലുക്കം. എവിടെയോ തിരമാലകൾക്കിടയിലുള്ള നിശബ്ദതയിൽ ഒരു കപ്പൽ ഇപ്പോഴും കാറ്റിൽ പറക്കുന്നു. ഒരു സാമ്രാജ്യത്തിനും താഴ്ത്താൻ കഴിയാത്ത ഒന്ന്. തിരമാല പോലെ ഈ കഥയും അതിൻ്റെ ജോലി ചെയ്തു. അത് ശക്തമായി വന്നു, നിങ്ങളുടെ ഭാവനയുടെ തീരത്ത് ഒഴുകിപ്പറന്നു. ഇപ്പോൾ പതുക്കെ അത് പിൻവാങ്ങുന്നു. അടയാളങ്ങൾ നിൽക്കുന്നു. കുഞ്ഞാലിയുടെ കാൽപ്പാടുകൾ മാത്രമല്ല, മേലും നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ കൂടി. ഇപ്പോൾ ഉറങ്ങുക. ധൈര്യം ചിലപ്പോൾ കവചം ധരിക്കുന്നുവെന്നും ചിലപ്പോൾ അത് വിശ്വാസവും കടലിൻ്റെ ശബ്ദവും മാത്രമേ ധരിക്കുകയുള്ളൂ എന്നും അറിഞ്ഞുകൊണ്ടുറങ്ങുക. പ്രിയ ശ്രോതാവേ, ശുഭരാത്രി.